بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെപ്പറ്റി ഓർത്തും മരണശേഷം അള്ളാഹു നമ്മൾക്ക് കണക്കാക്കിയിട്ടുള്ള ഖബറിലെ ഒറ്റപ്പെട്ട ഇരുട്ട് നിറഞ്ഞ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചും ഉടുതുണിയില്ലാതെ നഗ്നപാതരായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ പുരുഷന്മാരാണെങ്കിൽ അള്ളാഹിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ കണക്ക് പറയേണ്ടവരാണ് നമ്മളെന്ന ബോധം നിലനിർത്തിയുമൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് നിങ്ങളുടെയൊക്കെ ഒരു കൂടപ്പിറപ്പ് എന്ന നിലക്ക് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു. അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു സദസ്സിലും സന്ദർഭത്തിലുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ക്യാമ്പിലെ ഒന്നാമത്തെ ക്ലാസ് അല്ല, ഇത് രണ്ടാമത്തെ ക്ലാസ്. ഒരു ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനയം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞാൻ ആ ക്ലാസ് കുറച്ചുകൂടി നീണ്ടോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ വെള്ളം കിട്ടിയാൽ പിന്നെ തയമ്പ് മുറിഞ്ഞു പോകുമല്ലോ. അതാണ് സംഭവിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയേനി എന്നെനിക്ക് തോന്നി. നല്ല ക്ലാസ്സായിരുന്നു. അല്ലാഹു ഈ കുട്ടി ഈ വീട്ടിലെ മെമ്പറാണ്. അപ്പോൾ നമ്മളെ മക്കൾ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നത് കാണുമ്പം ഉണ്ടാകുന്ന സന്തോഷമാണ് സത്യത്തിൽ ഖുർറത്ത അഴയെന്ന് പറഞ്ഞത്. അതിപ്പോൾ ഈ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ദ്വാരക്കൻ്റെ നമുക്ക് അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവാനാണ്. അള്ളാഹു നമ്മളെ കുടുംബത്തെയൊക്കെ അങ്ങനെ ആക്കുമാറാവട്ടെ. ഇനി ഞാൻ അധികം നീട്ടിപ്പരത്തി കാരണം ഏകദേശ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് ഇങ്ങനെ മേമ്പൊടി ഇട്ട് കുറച്ച് വല്ലട് കഴിച്ചിലായി പോവുകയാണെങ്കിൽ തടി രക്ഷപ്പെടുത്താം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എന്തിനാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ വീട്ടിൽ ഒരുപാട് ആൾ പ്രയാസപ്പെട്ട് ത്യാഗം ചെയ്ത് എല്ലാ മാസത്തിലും തുടർച്ചയായി നമ്മൾ പരിപാടി നടത്താറുണ്ട്. ഇന്നിപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത്? ഞാൻ എന്തിനാണ് ഇപ്പോൾ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്നത്? ഞാൻ എന്താണ് പറയുന്നത്? പറഞ്ഞത് കൊണ്ടും കേട്ടത് കൊണ്ടും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും മുമ്പുള്ളതിനേക്കാൾ ശേഷം എന്ത് മാറ്റമാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാനാണ്ട് തുടങ്ങാം. ഈ ചരിത്രത്തിൽ ഞാൻ ആരംഭിക്കാനുള്ള കാരണം, ഈ ഭാഗത്ത് ഞാൻ ആണുങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ സ്ത്രീകളെയാണ് കാണുന്നത്. അപ്പോൾ സ്ത്രീകളെ കൂട്ടത്തിൽ ഇവരെ പോലത്തെ ഒരു പെണ്ണിൻ്റെ അടിയുണ്ട്. 10-30 കൊല്ലമായിട്ട് നമ്മൾ എവിടെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞ് ഒന്ന് ഓടിച്ചെന്ന് വീട്ടിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചൊന്ന് മേക്കകി ഒന്ന് കിടക്കണം എന്ന് വിചാരിച്ചാട് ചെല്ലുമ്പോൾ ചിലപ്പോൾ പുരയിലാരും ഉണ്ടാവില്ല. വാതിലൊക്കെ അടച്ച് എടുത്ത് വെക്കാനുള്ളത്തോളം എടുത്ത് വെച്ചിട്ട് എയിലോ പോയി ഉണ്ടാവും. വിവരം നമ്മളോട് പറഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? താക്കോല് വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് തപ്പും. അത് തപ്പിടതാണ് അയലകത്തെ താത്ത കാണണം. അപ്പം താത്ത പറഞ്ഞ്, മൗലവി നിങ്ങൾ ബേജാറാണ്ട്, അവള് കൊടിയത്തൂർ പോയതാണ്, ഒരു ഖുർആൻ ക്ലാസ്സിന് പോയതാണ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. എന്താ അറിയോ, വൈദ്യരെ കുട്ടി പോയിത്തിട്ടാ ചാവുക. കാരണം ഓൾക്ക് സ്വന്തം കുട്ടിനെ ചികിത്സിക്കാൻ സമയം ഉണ്ടാവില്ല. ഇന്നിപ്പം ഞാൻ രാവിലെ സുബീക്ക് ഇറങ്ങിയതാണ്. ഇന്ന് വേറെ സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് അങ്ങ് പോയിട്ട് ഇപ്പം അത് പറയാനുള്ള ആവതി അമ്മ ഉണ്ടാവില്ല. അപ്പം അയറ്റുള്ള എവിടെയും പോയി 2 അക്ഷരം പഠിച്ചോട്ടെ. നമ്മളിപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കാൻ ഉള്ളതായ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ താത്തനോട് ചോദിക്കും, നിങ്ങൾ താക്കോൽ എവിടെ വെച്ച്? താക്കോൽ ചവിട്ടീൻ്റെ അടിയിൽ എന്നാണ്. ചവിട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് കയറി കാലം അരുതുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അടിക്ക് വെച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. ഇനിയിപ്പം ഞോളെ ആവശ്യമില്ല.
നമ്മൾ അതെടുത്ത് വാതിൽ തുറന്ന് ഒന്ന് മേക്കൊക്കെ ഉള്ള ചൂടുവെള്ളം ഉണ്ടാക്കി ഒന്ന് ഇങ്ങനെ കിടന്ന് കണ്ണ് മാളി ഒരു 6-6:15 വാങ്ങി കൊടുക്കുക. മകരിവാങ്ങിന്റെ മൂട്ടിൽ അങ്ങനെ കയറി ഇരുന്നാണ്. അപ്പൊ വെറുതെ ഒരു രോഗ്യം പറയാൻ വേണ്ടി ചോദിക്കും എവിടെ എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ഓള് പറഞ്ഞു കൊടിയത്തൂര് നിങ്ങളോണ്ട് താത്ത പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അല്ല വെറുതെ ചോദിച്ചതാ. എന്തേ ഇനി പരിപാടി? ഖുർആൻ ക്ലാസ്സാണ്. ആരാ ഇനി ക്ലാസ്സിന്? ഇന്ന ആളെ ഇനി എങ്ങനെ ഉണ്ടായിനി? നിങ്ങളാക്കി നല്ല ക്ലാസ്സാ. പിന്നെ ഞാൻ മുണ്ടയില്ല, കടഞ്ഞൊരു തല്ല് നിൽക്കാനാവില്ല. ആയിക്കോട്ടെ, ഞാൻ അതിനും വിരോധമല്ല. അപ്പം മൗലവി പറഞ്ഞതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? അതൊക്കെ അപ്പം ആർക്കാ ഓർമ്മ ഉള്ളത്? പിന്നെ എത്തിരി പോയിനി. അങ്ങനെ നിങ്ങളാവാതെക്കാനാണ് ഞാനൊരു ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? എന്തിനാ ഞങ്ങളോട് വർത്താനം പറയണത്? വർത്താനം പറഞ്ഞത് ഞാനും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും നിങ്ങളും ഇത് കേൾക്കണത് എന്തിനാണ്? കേട്ടതിന്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റാൻ ഉണ്ടാവേണ്ടത്? ഇതിന്റെ എല്ലാ ഉത്തരം ഈ ചരിത്രത്തിലുണ്ട്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഒരാൾക്കും പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്ത് പരിചയപ്പെടുത്തേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. നമ്മളെ നാട്ടിലെ ഭരണാധികാരികൾക്ക് ജനാധിപത്യവും മതേതരത്വവും തലക്ക് പിടിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ LP സ്കൂളിൽ മലയാള പാഠപുസ്തകത്തിൽ ഖലീഫ ഉമർ എന്നൊരു പാഠമുണ്ടായിരുന്നു. ലെനിനും കർഷകരും എന്ന് പറഞ്ഞ വേറൊരു പാഠമുണ്ടായിരുന്നു. അതൊക്കെ ജനാധിപത്യം മതേതരത്വം തലക്ക് പിടിച്ചപ്പെടുത്ത് ഒഴിവാക്കിയതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യൂറോപ്പിൽ അറിയപ്പെടുന്നത് ജനറൽ ഉമർ എന്നാണ്. ജനറൽ ഉമർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉമർ എന്നാണ്. ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറാം. അതാണല്ലോ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷക്കാലം ഒരു 5 പൈസ പ്രതിഫലം വാങ്ങാതെ സേവനം ചെയ്ത വ്യക്തിയാണ് അനസ് റളിയല്ലാഹു അൻഹു. പ്രഗൽഭരാണ് 2 ആളും. റസൂലുള്ളാഹി മരിച്ചിട്ട് മയ്യത്ത് ഖബർക്ക് വെച്ചിട്ട് മണ്ണ് നീക്കിയിട്ടത് ഈ അനസ് റളിയല്ലാഹു അൻഹു. അത്ര ആത്മബന്ധം ഒരു തമ്മിൽ. ഇവർ 2 പേരും ഒരു വഴിയിലൂടെ നടന്നു പോകുന്നു. അപ്പൊ ഏകദേശം ഈ സ്റ്റെപ്പിന്റെ ഉയരത്തിലുള്ള ഒരു മതിലാണ്ട് ചാടി കിടക്കണം. അപ്പൊ മുമ്പിൽ നടക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു ചാടി കടന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചാടി കിടക്കണം. അതിന് കേവലം സെക്കൻഡുകൾ മതി. അപ്പൊ മുമ്പ് ആദ്യം ചാടി കടന്ന ആള് രണ്ടാമത്തെ ആളെ കാത്തുക്കുമല്ലോ. അങ്ങനെ കാത്തു നിൽക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ മതിലിന്റെ അപ്പുറത്തുനിന്ന് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറെ ആരുമില്ല, ഒറ്റക്ക. അപ്പൊ ഇതുവരെ ഒപ്പരം നടന്നപ്പം മുണ്ടാതെ നടന്ന മനുഷ്യനെ ഒറ്റക്കായപ്പം തത്തപ്പ ഒരു വർത്താനം എളീക്കണ് എന്ന് അറിയാൻ എന്താ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നൊന്ന് ശ്രദ്ധിച്ച് ഞാനിങ്ങനെ ഒന്ന് ചെവി ഓർത്ത് എന്താണ് അയാൾ പറയണെന്നൊന്ന് കേൾക്കാൻ. അധികം ദൂരമൊന്നുമില്ല, ഒരു അതിന്റെ അപ്പുറത്തല്ലേ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകള് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ മനസ്സിൽ ആഴത്തിൽ തറച്ചു. എന്തായിരുന്നു ആ വാക്ക്? മാതാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ. ഉടുതുണിയില്ലാതെ നഗ്നപാതനായി അള്ളാന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന പരലോകത്ത് ഈ എന്താ ഉമ്മറെ അള്ളഹാനോട് പറയാൻ? ഒരുപാട് ചോദ്യം നമ്മെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് അദ്ദേഹം തന്നോട് ചോദിച്ചത് നമ്മളെല്ലാവരും ഒരുപാട് കുതിരശക്തിയിൽ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്താ അദ്ദേഹം ചോദിച്ചത്? കുൻത ളാല്ലൻ ഫഹദാകല്ലാഹ്. നീ വഴിപിഴച്ചവനായിരുന്നു. അദ്ദേഹത്തിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എത്ര വൃത്തികെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹം അനുസ്മരിക്കുകയാണ്, കുൻത ളാല്ലൻ ഫഹദാകല്ലാഹ്. നീ വഴിപിഴച്ചവനായിരുന്നു, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ലേ. നമ്മളൊക്കെ എന്തൊക്കെ ശിർക്കും ബിദ്അത്തും ചെയ്ത് ജീവിച്ച ആളുകളാ. ഏതോ ഒരു ഘട്ടത്തിൽ ഒരു പ്രസംഗം, ഒരു ഖുത്ബ, ഒരു ലേഖനം, ഒരു സമ്മേളനം, ഒരു ക്യാമ്പ്, ഒരു ഉത്ബോധനമാണ് പലപ്പോഴും നമ്മെ തൗഹീദിലേക്ക് തിരിച്ചുവിട്ടത്. പല സഹോദരിമാരെയും തൗഹീദുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് തൗഹീദ് കിട്ടിയത്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈയൊക്കെ എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു മറേ, അള്ളാഹു നിനക്ക് ഹിദായത്ത് തന്നില്ലേ. എപ്പോഴാ കൊടുത്ത്? റസൂലിനെ കൊല്ലാൻ പോയപ്പോഴാ. കുൻത ദലീലൻ ഫറഫഅകല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഹിദായത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചിട്ട് ബാപ്പക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ആഗ്രഹിച്ചിട്ട് ഭാര്യമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. 42 കൊല്ലക്കാലം ഒരു വൻ മതിൽ പോലെ പ്രവാചകനെയും സഹാബികളെയും
സംരക്ഷിച്ച് നിർത്തിയ അബൂ താലിബിന് കൊടുക്കാൻ അന്ത്യപ്രവാചകന് സാധിച്ചിട്ടില്ല. അതാണ് ഹിദായത്ത്. അത് അമ്മക്ക് പടച്ചവൻ തന്നില്ലേ. ഉമർ അല്ലാഹുവിന് പറയാം, അള്ളാഹ് എനിക്കത് തന്നില്ലേ. കുൻത ദലീലൻ, നീ എത്ര മോശക്കാരനായിരുന്നു, കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടക്കലല്ലായിരുന്നോ. ഫറഫഅക്കല്ലാഹ്, അള്ളാഹു നിന്നെ ഉയർത്തിയില്ലേ. എവിടെ എത്തിയിരുന്നറിയോ? ഉമർ അല്ലാഹുവിന്റെ വളർച്ച അമ്മക്ക് മനസ്സിലാവണമെങ്കിൽ ഉമർ അല്ലാഹുവിനെ പറ്റി അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഇനി ഈ ഉമ്മത്തിൽ ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ ലകാന ഉമറു നബിയ, ഈ ഉമർ അല്ലാഹുവിന് ഒരു നബി പ്രവാചകനാകും. അത്ര ഉയർന്നു. വാഫഖനി റബ്ബി ഫീ സലാസിൻ, 3 കാര്യത്തിൽ ഞാനും എൻ്റെ റബ്ബും യോജിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം 3 ആയത്തിറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ആഗ്രഹപ്രകാരം പടച്ചവൻ ഖുർആനിൽ ആയത്തിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മഹത്വം? ഏതാ? ഒന്ന്, മഖാമു ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ച് പണ്ട് നമസ്കാരം ഉണ്ടായിരുന്നില്ല. തവാഫ്, സഈ, മുടി മുറിക്കുക, പോരാ, ഉംറ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പോയത് അങ്ങനല്ല. തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും മഖാമു ഇബ്രാഹിമിന്റെ അടുത്ത്. നല്ല സൗകര്യമുള്ളോട്ടും. ഇത് പണ്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായി? ഉമർ അല്ലാഹുവിനു പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനോട്, റസൂലേ, കഅബ, ഹജറുൽ അസ്വദ്, അറഫ, മിന, മുസ്ദലിഫ, ജംറത്തുൽ അഖബ, ഇതൊന്നും മനുഷ്യന്മാർ മറക്കൂല. എന്താ കാരണം? ഇബാദത്തുമായി ബന്ധമുണ്ട്. എന്നാൽ നമ്മൾ ആദർശ പിതാവ് ചവിട്ടിന്ന കല്ല് കുറച്ച് കഴിഞ്ഞാൽ ഇത് അന്യാധീനപ്പെട്ടു പോകുമല്ലോ, ഇതാരും ശ്രദ്ധിക്കാണ്ടാവൂലല്ലോ. ഇതുമായി എന്തെങ്കിലും ഒരു ഇബാദത്തിനുമായിട്ട് എന്തെങ്കിലും നിലക്ക് ഇതിനെ സംരക്ഷിക്കാൻ വല്ല വഴിയുണ്ടോ? അപ്പോ നമ്മളെ നാട്ടിലെ മൊയ്ലിയന്മാരാണ് ഒന്നും ആലോചിക്കേണ്ട, 2 റക്അത്ത് നിസ്കാരമായിട്ട് തുടങ്ങിയാൽ പോരെ, നല്ലതല്ലേ എന്നാ പറയാം. എന്നാൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, പൊന്നാരമ്മരെ കാത്തുക്ക് പടച്ചോൻ പറയട്ടെ. പടച്ചോൻ പറഞ്ഞില്ലേ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇനി മുതൽ നിങ്ങൾ മഖാമു ഇബ്രാഹിം നമസ്കാര സ്ഥലമാക്കുക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ആഗ്രഹപ്രകാരം കള്ള് ഹറാമാക്കി ആയത്ത്, കള്ളിൽ മുങ്ങി മരിക്കുകയായിരുന്ന ഈ മനുഷ്യനാണ് കള്ളിൻ നിരോധിച്ച ആയത്തിറങ്ങാൻ കാരണക്കാരൻ. ഹിജാബിന്റെ ആയത്ത് പറഞ്ഞ ഒരു പോത്താമ്പിയും കൊണ്ട് നടക്കലുണ്ട് ചില മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ. ഇതിന് പെണ്ണുങ്ങൾ വള്ളി പോകാൻ പാടില്ല എന്ന് അറിയാം. സത്യത്തിൽ ഹിജാബിന്റെ ആയത്ത് എന്തിനാ അറിയോ? പ്രവാചക ഭാര്യമാരുമായി സംസാരിക്കുമ്പോൾ പല മനുഷ്യന്മാരും വരുമല്ലോ റസൂലിന്റെ വീട്ടില്, അത് നല്ലവും ചീത്തയും ഒക്കെ ഉണ്ടാവും. അപ്പൊ പ്രവാചക ഭാര്യമാർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനേ പ്രവാചക ഭാര്യമാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു മറന്റെ അപ്പുറത്ത് നിന്നാൾ വേണ്ടിട്ടോ എന്ന് പറയണത് ആ ഹിജാബിന്റെ ആയത്ത്. നല്ല പള്ളിയായിട്ട് അതിനൊരു ബന്ധമില്ല. ആയത്തിറങ്ങിയത് ആരാഗ്രഹപ്രകാരമാണ്? ഉമറുൽ ഫാറൂഖ് അള്ളാഹുവിന്റെ ആഗ്രഹപ്രകാരമാണ്. അദ്ദേഹം അനുസ്മരിക്കുക, കുൻത ദലീലൻ ഫറഫഅക്കല്ലാഹ്. ഞമ്മക്ക് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായതിന്റെ ശേഷം എത്ര ഉയർച്ച ഉണ്ടായി സഹോദരന്മാരെ. ഇരിക്കുന്ന സഹോദരിമാര് ഇവിടെ വന്നിരുന്നിട്ട് ഒരു പ്രസംഗം കേൾക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായ കാലഘട്ടത്തിൽ അതുണ്ടാക്കാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ അധ്വാനിച്ച കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അവസ്ഥ എന്തായിരുന്നു? കോഴിക്കോട് ജില്ലക്കാരൻ, എൻ്റെ നാട്ടുകാരനാണ് ഈ മൊയ്തു മൗലവി, മരിച്ചുപോയി. കോൺഗ്രസ് തറവാട്ടിലെ തലമൂത്ത കാരണവരായിരുന്നു. 108ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഇസ്ലാഹി പണ്ഡിതനാണ് സത്യത്തിൽ മൊയ്തു മൗലവി. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, സലഫി പ്രസ്ഥാനം ആദ്യകാല ചരിത്രം. എത്രയോ കൊല്ലം ഇല്ല, അത് കിട്ടൂല. പഴയ ബുക്ക് സ്റ്റാളിലൊക്കെ തപ്പിയാൽ ഒരു ചെറിയ, അന്ന് വാങ്ങിയ ഞാൻ 2 റുപ്യക്ക 10-30 കൊല്ലം മുമ്പ് അത് വായിച്ചപ്പോഴാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ ആദർശം ഖുർആനും സുന്നത്തും നമ്മൾക്ക് നൽകിയ ഉയർച്ചയെ പറ്റി എനിക്ക് മനസ്സിലായത്. അത് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കഥ ഉണ്ടായി. തിരൂരങ്ങാടി ഒരു വീട്ടിലെ ഭർത്താവ് അന്ന് ഗൾഫ് പോകുക എന്നല്ല പറയാ, പേർഷ്യയെ പോകുക. കാരണം പേർഷ്യയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ ദുബൈയും ഖത്തറും ഒക്കെ. അന്ന് പേർഷ്യ ഇറാന്റെ ഭാഗം. അപ്പൊ അന്ന് ഗൾഫ് പോവുക, ദുബായി പോവുക എന്നല്ല പറയാ, പേർഷ്യയെ പോവുക എന്നാ പറയാ. അങ്ങനെ തിരൂരങ്ങാടി ഒരു ഭർത്താവ് പേർഷ്യയെ പോയി. അന്ന് പൈസ അടക്കാൻ ഗൂഗിൾ പേ അല്ല, ബാങ്ക് സംവിധാനമല്ല, മണി ഓർഡർ മാത്രമേ ഉള്ളൂ. അത് കണ്ടവർക്ക് അറിയാം. അപ്പൊ സാധനം ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മണി ഓർഡർ ഈ ഭർത്താവ് ഗൾഫിൽ നിന്ന് കുറച്ച് ഇയാൾ പോയ സ്ഥലത്ത് നിന്ന് കുറച്ച് പൈസ ചെലവിന് വീട്ടിലേക്ക് അയച്ചു. അത് മണി ഓർഡറാണ്. അപ്പൊ ഈ മണി ഓർഡറിന്റെ പോറ ഏകദേശം എത്ര നീളം ഉണ്ടാവും? അതും പൈസയായിട്ട് പോസ്റ്റ്മാൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്നു. ഈ പെണ്ണിന്റെ ഭർത്താവ് തന്നെയാണ് ഈ പൈസ അയച്ചത് എന്നറിയാൻ ഒറ്റ മാർഗമുള്ളൂ. എന്താ മാർഗം എന്നറിയോ?
ആ പെണ്ണിനോട് ഭർത്താവിന്റെ പേര് ചോദിക്കുക. ആ പേര് ഓള് പറഞ്ഞ അതേ പേര് തന്നെയാണോ മണി ഓർഡർ ഫോമിലുള്ളത് എങ്കിൽ അത് ഓൾത, വേറൊരു ഐഡന്റിഫിക്കേഷനും വഴിയില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പോസ്റ്റ്മാൻ വന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ചോണ്ടി പുറത്ത് വരാൻ പറഞ്ഞ്, എന്തേ കുറച്ച് നിങ്ങളെ ഭർത്താവ് എവിടെയാ? ആ പുറത്താണ്. ആ എന്നാ കുറച്ച് പൈസ ഉണ്ട്, അത് നിങ്ങളതാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളെ ഭർത്താവിന്റെ പേരൊന്ന് പറയും. ആ പറഞ്ഞത് തന്നെയാണോ ഇപ്പൊ അതിലുള്ളത് നോക്കട്ടെ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ ഭർത്താവിന്റെ പേര് പറയാൻ പറ്റൂല. അതെന്തേ കള്ളനായിട്ട? ആ കള്ളനായിട്ടല്ല, ഞങ്ങളെ മതത്തില് ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ വിവാഹബന്ധം ഇല്ലാതെയായി പോകും. അപ്പൊ കൃഷ്ണൻ കുടുങ്ങിയല്ലോ. ഇത് കൊടുക്കണമെങ്കിൽ പേര് പറയാതെ കൊടുക്കാനും വയ്യ. പറഞ്ഞതോടുകൂടി പുയാപ്പ ഓൾത അല്ലാതെ ആവും ചെയ്യും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഈ മെല്ലെ പറഞ്ഞാൽ മതി, ഞാനിത് ആരോന്നും പറഞ്ഞു, നമ്മൾ പൈസ തരാൻ വേണ്ടിയിട്ടാണ്, തലാക്കിന് വന്നതല്ലേ. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു, കൃഷ്ണ ഇജി കേട്ട് പടച്ച റബ്ബ് കേൾക്കും, അതോടുകൂടി വിവാഹബന്ധമല്ലാതെ. പൈസ കൊടുക്കാതെ ആടി ചെന്നാൽ പോസ്റ്റ് മാസ്റ്റർ ചീത്തറി. പേര് പറയാതെ കൊടുത്താൽ ഇവളത് അല്ലെങ്കിലോ ഇവൻ കൈ നിർത്തി കൊടുക്കേണ്ടി വരും. പോസ്റ്റ്മാൻ മുറ്റത്തും ഈ പെണ്ണ് കൊലൈമലും ഇങ്ങനെ നിന്ന് എന്താ പഞ്ഞി കാട്ടുക. അവസ്ഥ കുറെ ആലോചിച്ചപ്പോ ഈ പെണ്ണ് അകത്ത് പോയിട്ട് ഒരു പെന്നും കടലാസും കൊണ്ടുവന്ന് ഭർത്താവിന്റെ പേര് എഴുതി കൊടുത്തു. പറഞ്ഞില്ല, പറഞ്ഞാലല്ലേ തലാക്ക് വരുള്ളൂ. എഴുതി കൊടുക്കുക. പേര് കണ്ട് കൃഷ്ണൻ ബോധം കെട്ട് വീണ് 50 കൂട്ടണം 50 കൂട്ടണം ദീൻ, അതാണ് ഭർത്താവ്, നൂറുദ്ദീൻ. ഇങ്ങനെ ഭർത്താവിന്റെ പേര് പറഞ്ഞൊരു കാലഘട്ടം ഈ സഹോദരിമാർക്കൂടെ കഴിഞ്ഞുപോയി. അത് പറഞ്ഞപ്പോൾ ചിരിച്ചതാ. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്, ഒരു ഇപ്പോഴും അളിയന്റെ പേര് അറിയില്ല. ബെന്റെ അളിയൻ ഇന്ന ചൂണ്ടിക്കാട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചാ ചെത്താൻ കാട്ടുക, അത് ഞാൻ എന്താ കാട്ടിക്കൊണ്ടിരുന്നത്. ഒന്ന് അത്ര അന്ധവിശ്വാസികളായിരുന്ന ഒരു സമൂഹത്തെയാണ് പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഉമർ അള്ളാഹുവിന് പറയാ, കുൻത ദലീലൻ ഫറഫഅക്കല്ലാഹ്, നീ എത്ര മോശക്കാരനായിരുന്നു പറയാ, അള്ളാഹ് എന്നെ ഉയർത്തിയില്ലേ. എന്നിട്ടോ ഈ ഉയർച്ചയും വളർച്ചയും ഒക്കെ എനിക്ക് ഉണ്ടായത് ഈ ആദർശത്തേക്ക് വന്നതിന്റെ ശേഷല്ലേ? അതെ. എന്നാൽ ആ ഖുർആനും സുന്നത്തും പൂർണ്ണമായി ജീവിതത്തിൽ പകർത്താൻ നിനക്ക് സാധിച്ചോന്ന് പരലോകത്ത് ചോദിച്ചാൽ, അള്ളാഹ് ചോദിച്ചാൽ ഈ എന്താ പറയാ? നമ്മളെന്താ പറയാ? നമ്മളെന്ത് പറയും? ഉമർ അള്ളാഹുവിന് അങ്ങനെ ഒരു ചോദ്യം തന്നെ അല്ല. എന്താ കാര്യം? അദ്ദേഹം രക്തസാക്ഷിയാണ്. രക്തസാക്ഷികൾക്ക് 6 പ്രതിഫലമുണ്ട്. ഒന്ന്, അവർ മരിച്ച ഉടവർക്ക് ഖബർ ജീവിതമില്ല. ഖബറിൽ കൊണ്ടുപോയി വെക്കുമെങ്കിലും അവർക്ക് ഖബർ ജീവിതമല്ല. പരലോകത്ത് മഹ്ശറയിൽ വിചാരണയില്ല. മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകും. അങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നെ ബേജാറാവേണ്ടതുണ്ടോ? ഇല്ല. നമ്മളോ? എത്ര ചോദ്യം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് സഹോദരന്മാര്. എന്നിട്ട് നമ്മൾ വിശ്വസിച്ച, നമ്മളൊരു മെമ്പർഷിപ്പിന്റെ എഴുതി ഒപ്പിട്ട് കൊടുത്തണല്ലോ, അതിൽ നടത്തിയ പ്രതിജ്ഞ എന്താ? ഞാൻ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം. നല്ല കൊള്ളല. പരിശോധിച്ചോ? എന്റെ ജീവിതത്തിൽ എന്റെ ആദർശം ഞാൻ പഠിച്ചത് എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അള്ളാന്റെ കോടതിയിൽ ഒരു മുജാഹിദാണ്. അതിലെനിക്ക് പൗരത്വമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിച്ചിന്. ഇപ്പൊ ഒരു ഫോമുമായിട്ട് ഇഞ്ഞ് മണ്ടണ മണ്ടൽ റഹ്മാനായ റബ്ബന്റെ ആടൊക്കെ പെണ്ണുങ്ങൾ പെരുന്നോലോളിയ. എന്തിന്? മറ്റേ 22-ലെ ഇതിൽ മറ്റേ ബന്ധു, ആ ബന്ധു, ഈ ബന്ധു, ഒരു ബന്ധുവില്ല. ഇനി എന്താ കാട്ടണ്ടേ? സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. എങ്ങനെയാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത്? ചിത്രസഹിതം. സഹോദരന്മാരെ, മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം എന്ന പൗരത്വം കിട്ടാതെ നിങ്ങൾ മരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ട് നമ്മൾ ആ പൗരത്വത്തിൽ പെട്ടിണോ അല്ലേ എന്ന് ആ ഫോറം പൂരിപ്പിച്ചിണോ സഹോദരന്മാരെ? നിങ്ങൾ അത് എന്തെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിനോ? ഇല്ല. ഇന്ത്യയിലെ പൗരത്വം നഷ്ടപ്പെടാതെക്കാൻ വേണ്ടി പെരുമ്പാച്ച് BLOമാർക്ക് ഓർക്കില്ല, ഞമ്മക്ക് അത്രയും ഓർക്കില്ല. അങ്ങനെ ഇത് വേണ്ടെന്നല്ല, അതിനേക്കാൾ വലിയൊരു പൗരത്വം നേടേണ്ടവരാണ് നമ്മൾ. മരിക്കുന്നതിന് മുമ്പ് ആ പൗരത്വത്തെ പറ്റി പറയാതെ പ്രവാചകൻ ഒരു പ്രസംഗവും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കേട്ടു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ഫോർ എവിടെ നിച്ചല്ല, എങ്ങനെ പൂരിപ്പിക്കേണ്ടതെന്ന് അറിയില്ല, എവിടെ എത്തിയതെന്ന് അറിയില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു SIR ഫോറം പൂരിപ്പിച്ചങ്ങൾ കേട്ടണോ?
അന്നത്തെ BLO ആരായിരുന്നു? അള്ളാന്റെ റസൂൽ BLO നിശ്ചയിച്ചു കൊടുത്തു. ആരാ? ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്തുൽ യമാനി ആരാ? എല്ലാ ഉമ്മത്തിലും ഓരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. ആ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ മുനാഫിഖീങ്ങൾ ആരൊക്കെയാണെന്ന് ഓരോരുത്തരെ പേരായിട്ട് പറഞ്ഞു കൊടുത്തു. ഇതിന് ഇസ്ലാമിന്റെ രഹസ്യം അവരോട് പറയരുത്. അതിനാ മുനാഫിഖീങ്ങളുടെ രഹസ്യം പറയരുതല്ലോ. അതിന് മുനാഫിഖീങ്ങൾ ആരൊക്കെ എന്ന ലിസ്റ്റ്, മുനാഫിഖീങ്ങളിൽ ആരൊക്കെ പൗരത്വമുള്ളത്, മുഅ്മിനീങ്ങളിൽ ആരൊക്കെ പൗരത്വമുള്ളത് എന്ന ലിസ്റ്റ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി കൊടുത്തു എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ ആരൊക്കെ എന്ന് മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ മുഅ്മിനീങ്ങളാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് രാത്രി SIR ഫോർവേഡ് ഓടുകയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്. എന്താ അറിയേണ്ടത്? ഇൻകയിലാണ് പൗരത്വം, മുഅ്മിനീങ്ങളിലാണോ മുനാഫിക്കീങ്ങളിലാണോ? ആരാ സഹോദരന്മാരെ? ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാണ്. അള്ളാന്റെ റസൂൽ സ്വർഗത്ത് പോയാൽ പിന്നെ പോണ ആളെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയാൽ മൂന്നാമത് പോണ ആളെ പേര് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. മിറാജിന്റെ രാത്രി ആകാശാരോഹണം കഴിഞ്ഞ് എല്ലാ കാഴ്ചകളും കണ്ട് നാട്ടിൽ തിരിച്ചെത്തി അനുയായികളോട് ആ കാഴ്ച വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ ഒരു മാളിക കണ്ട. കൊട്ടാര പടച്ച റബ്ബേ, അതിന്റെ ഒരു ഭംഗി പറയാക്കുക എന്നല്ലേ, അതിന്റെ ഭംഗിയാണ്ട് വിശദീകരിച്ചു അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞതറിയോ? വലനന്തു അന്നഹു ലീ, അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്ര കമനീയമായൊരു കൊട്ടാരം. അതിന്റെ ഫ്രണ്ടിൽ 2 കാവൽക്കാർ നിൽക്കുന്നു. അവരോട് ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അവർ പറഞ്ഞു, ഫതം മിൻ ഖുറൈശ്, ഖുറൈശികളിലെ ഒരു യുവാവിന് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. ആരാണ്? ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യമായി താമസിക്കുന്ന കൊട്ടാരം നമ്മുടെ നേതാവ് നഗ്ന നേത്രം കൊണ്ട് കണ്ടു വന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഒരു 10 സെക്കൻഡ് ഒഴിവ് കിട്ടിയപ്പോ ചോദിക്കുക, എന്താ മറേ പടച്ചവനോട് മറുപടി പറയാൻ ഞമ്മക്കൊരു കുളിരും ഇല്ല. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മുനാഫിക്കുകളുടെ പേരെ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അത് പറയാൻ പറ്റൂലല്ലോ, ഞാൻ രഹസ്യ സൂക്ഷിപ്പുകാരനല്ലേ, ഒരു കാരണവശാലും പറയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞില്ല ഞാൻ ഇവിടുന്ന് പോകില്ലായിരുന്നു. അവിടെ കുത്തിരുന്നു. അവസാനത്തിനൊരു പഞ്ചായത്ത് പറയണല്ലോ. എന്താ പഞ്ചായത്ത്? നിങ്ങളായില്ല പോയിക്കൊളിയർ, നിങ്ങളായില്ല വേറെ ആളെ പേരിനോട് ചോദിക്കരുത്. കണ്ടോ, പൗരത്വം കിട്ടിയില്ലേ? ഞമ്മക്ക് എപ്പോഴെങ്കിലും വല്ല വേജാറ് ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഇപ്പൊ പൗരത്വം തെളിക്കാൻ ഓടുന്ന നമ്മൾ അള്ളാന്റെ അടുക്കൽ ഇസ്ലാമിന്റെ യഥാർത്ഥ പൗരന്മാരായി മാറി എന്ന സർട്ടിഫിക്കറ്റ് മരിക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉമർ അല്ലാഹുവിന് 10 സെക്കൻഡ് ഒഴിവ് കിട്ടിയപ്പോൾ ആ ഫോറം പൂരിപ്പിക്കുക. അതാണ് മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ യാ ഉമർ എന്ന് ചോദിക്കുന്നത്. നമ്മൾ ആ ചോദ്യം നമ്മളെ ജീവിതം എത്രത്തോളം നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ ആദർശമനുസരിച്ച് ക്രമീകരിക്കാൻ സാധിച്ചു എന്നത് വലിയ ചോദ്യമാണ്. മുജാഹിദുകൾ വളരുകയാണോ? പിന്നെ എത്ര പള്ളി, എത്ര മെമ്പർമാര്, 3 വിഭാഗമായി, എല്ലാവർക്കും സമ്മേളനം, എല്ലാവർക്കും സ്ഥാപനം. തളരുകയാണ്. എവിടെ തളർച്ച? ഞാൻ പറഞ്ഞുതരാം. 1, ജുമുഅ നിസ്കരിക്കാൻ ആദ്യ സമയത്ത് എത്തിയാലുള്ള കൂലി എന്താന്ന് ലോകത്തുള്ള മുഴുവൻ മുജാഹിദുകൾക്കും അറിയാം. വെള്ളിയാഴ്ച നമ്മളെ മഹല്ല പള്ളിയിൽ ആദ്യ സമയത്തെത്തിയാൽ ഒരൊട്ടകത്തിനർത്ത് അതിന്റെ ഒരു കഷ്ണിറച്ചി പോലും നമ്മൾ എടുക്കാതെ പാവങ്ങൾക്ക് കൊടുത്ത കൂലി കിട്ടും 7 ലക്ഷം ഉറുപ്പിക കേട്ടോ. 7 ലക്ഷമാണ് ഒരു ചെറിയ ഒട്ടകത്തിന് കിട്ടും. 7 ലക്ഷം. എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങി അറുത്തിട്ട് അതിന്റെ ഇറച്ചി എല്ലാം ഒരു കണ്ടം ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് എന്ത് കൂലിയാണോ കിട്ടുക അതാണ് ജുമുഅക്ക് ആദ്യ സമയത്ത് പള്ളിയിലെത്തിയാലുള്ള കൂലി എന്ന്. ഈ പൂക്കുളത്തൂരല്ല, ലോകത്തേത് മുജാഹിദിനെ അറിയാത്തത്? മുസ്ലിങ്ങൾക്ക് അറിയാത്തത് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ എപ്പോഴാ പോയത്? ഓരോരുത്തരെ ആലോചിച്ച് നോക്കിട്ട് നമ്മളിങ്ങനെ പോവും. ഞാനൊക്കെ മീൻപർ വന്ന് 2ാം കുത്ത് പറയുമ്പോഴും പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ വിൽക്കുക തന്നെ. ഇതിന്റെ അർത്ഥത്തിൽ ആള് വന്നുകൊണ്ടിരിക്കുക.
നമ്മൾ രണ്ടാമത്തേത് തുടങ്ങി, എന്നിട്ട് ഓനാണെന്നൊരു ഏന്തി നോക്കി, ഇത് തീർന്നില്ലേ, അല്ലാഹുമ്മ ഗഫിർ ലിൽ തീർന്നു. എന്നിട്ടാണ് മൂപ്പര് തീർന്നതെന്ന് ഉറപ്പായാലേ പള്ളിയിൽ അകത്തുകാട് കയറുള്ളൂ. അതിന് മുമ്പ് ഒരു 1.5 ലിറ്റർ മൂത്രമൊഴിക്കും, എഴുന്നൊക്കെ കുടിച്ച് വന്നതൊക്കെ കൂടി പള്ളിയിൽ കൊണ്ടുപോയി. അപ്പോഴത്തേനും ഇവിടെ കുത്തുബ കഴിഞ്ഞ് ഒന്നുണ്ടാക്കി കയറി അല്ലാഹു അക്ബർ. മൂപ്പര് പള്ളിയിൽ കയറു, ഇമാമ നിസ്കാരം തുടരോ അല്ലേ. എന്നിട്ടോ അവസാനം വന്നോനാണ് ആദ്യം ഇറങ്ങി പോയത്. ആർക്കും അറിയാത്ത സഹോദരന്മാര്, എന്താ നമ്മൾ ഒന്നാമത്തെ ആദ്യ സമയം എത്താൻ വേണ്ടി ശ്രമിക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു പള്ളിയിൽ മുമ്പിലെ സഫിൽ മാത്രമേ ആളുണ്ടാവുള്ളൂ. ജുമ തുടങ്ങുമ്പോൾ തീരാങ്കാലം പള്ളി ഫുള്ളാണ്. ജുമ കഴിഞ്ഞ സെക്രട്ടറി പറഞ്ഞ് ആരും പോകരുത്, അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. എന്താ മീറ്റിങ്ങിന്റെ അജണ്ട? നമ്മളെ പള്ളി കുത്തുവ കേൾക്കാൻ വരുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് ഇമാമ മിമ്പർമ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുമ്പോൾ വഅലൈക്കും മുസ്സലാം എന്ന് പറയാൻ അവിടെ ഉണ്ടാവണം. ഏറ്റവും ചുരുങ്ങിയത് ഇമാമ മിമ്പർമ കയറി പിന്നെ വരുന്ന അവസ്ഥ ഉണ്ടാവരുത്. എല്ലാവരും ആളിഷ്ടം പോലെ ലേറ്റല്ല, വരാൻ നേരം വൈകിട്ടാ. അതുകൊണ്ട് എല്ലാവരും എന്ത് വേണം? ഇമാമ മിമ്പർമ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തണം. അങ്ങനെ അവരെ പള്ളിയിൽ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ ഞായറാഴ്ച ഒരു മീറ്റിംഗ്. ലോകത്ത് അവിടെ അങ്ങനെ മീറ്റിംഗ് നടക്കൂല, വെച്ചാൽ ഒരാളിട്ട് വരൂല്ല. അങ്ങനെ മീറ്റിങ്ങിൽ ഭയങ്കര ആള്, കാരണം അഭിപ്രായം പറഞ്ഞാൽ മതിയല്ലോ. ഭയങ്കര അഭിപ്രായം, ഒരഭിപ്രായം ശരിയായി തോന്നിയില്ല. അവസാനം പ്രസംഗിച്ച വ്യക്തി ചോദിച്ചു, ഞമ്മക്കിപ്പോ എന്തിനപ്പം മീറ്റിംഗ്? അപ്പൊ എനിക്ക് തീരെ മനസ്സിലായില്ല. നമ്മളെ പള്ളിയിൽ വരുന്ന എല്ലാവരും വരണമെന്ന് നമുക്ക് ആഗ്രഹം. വരുന്നോല് ഇമാമു മിമ്പർമ കയറുന്നതിന് മുമ്പ് പള്ളി കെട്ടണം. ഞാൻ എത്തിച്ചേരാം, അതിന്റെ വയ്യ ഞാൻ പറഞ്ഞുതരാം. അതെന്താ പറയുക, അങ്ങനെ ഇപ്പം മീറ്റിംഗ് കൂടിയത് എൻ്റെ അഭിപ്രായം പറയും. അപ്പൊ ഇയാൾ പറഞ്ഞ അഭിപ്രായം എന്താ അറിയാം? നമ്മളെ ഉസ്താദ് മൗലവി ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചയും പറയും, സഹോദരന്മാരെ ഏതായാലും തുണിയും കുപ്പായം മാറ്റി വരികയാണ്, ഒന്ന് നേരത്തെ അങ്ങോട്ട് പോരി. ആദ്യ സമയം എത്തി കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തിനർത്ഥ കൂലി കിട്ടും. എവിടെ? പരലോകത്ത്. ഒട്ടകത്തിനർത്ഥ കൂലി പരലോകത്ത് കിട്ടും. ഇയാളെല്ലാ ആഴ്ച ഇത് പറയണേ. മൂപ്പറുകൊണ്ട് അത് മുണ്ടരുത് എന്ന് പറയും. ഒന്നാമത്തെ ആവശ്യമാണ്. കമ്മിറ്റിക്ക് അല്ല ചങ്ങായി, ഹദീസല്ലേ, നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ആ ഹദീസൊക്കെ തന്നെയാണ് ഇവിടെ. അത് പറയണ്ട, അത് പറഞ്ഞതാണ് അപകടം പറ്റിയത്. അതെങ്ങനെ അപകടം പറ്റിയത്? പരലോകത്ത് കിട്ടുന്ന കാര്യം അയാള് പറഞ്ഞത്, ഇവിടെ കിട്ടുന്ന വർത്താനം പറയും. ഇവിടെ കിട്ടി ആരും അത്തുക്കാൻ സമയത്ത് ഇവിടെ കിട്ടലെങ്ങനെ നിങ്ങളാട് കൊടുത്താളി പൈസ. ആര്? കമ്മിറ്റി. ആർക്ക്? നേരത്തെ വന്നവനക്ക് എത്ര? ഒരു 10,000 ഉറുപ്പിക കൊടുത്താളി അടുത്ത വെള്ളിയാഴ്ച. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച നമ്മളെ പള്ളിക്ക് ആദ്യ സമയം വരുന്നവർക്ക് ജുമാ കഴിഞ്ഞ ഉടനെ 10,000 ഉറുപ്പിക കൊടുക്കണാണ് തീരുമാനിച്ചാളി എന്ന് പറഞ്ഞ കമ്മിറ്റി പറയും. തീരുമാനിക്കല്ലേ ഇട്ടോ. എന്താ ഉണ്ടാകുന്ന ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറഞ്ഞപ്പം വിശ്വാസമായില്ല, കമ്മിറ്റി പറഞ്ഞപ്പം വിശ്വാസമായി. നമ്മൾ വളരുകയാണോ തളരുകയാണോ? ഒരു മഹലിൽ എല്ലാവരും വീട്ടുണ്ടാണ് സമയം എപ്പോഴാണ്? സുബി, രാത്രി. എങ്കിലും ഒരു മഹലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാണ്ടാവേണ്ട വക്ത ഏതാ? സുബി. കേരളത്തിലെ 99% പള്ളിയിൽ ഏറ്റവും കുറച്ച് ആളുണ്ടാവില്ല എപ്പോഴാ? സുബി. വളരുകയാണോ തളരുകയാണോ? പരിശോധിച്ചു. എന്താ വളർച്ച തളർച്ച എന്ന് പറഞ്ഞത്? അതിന്റെ അർത്ഥം ആള് കൂടുക, സ്ഥാപനം കൂടുക, സമ്മേളനം നടത്തുക. നമ്മൾ ഏതൊരാദർശമാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി നമ്മൾക്ക് മാറാൻ കഴിയാന്നാണ്. അതാ വളർച്ച, അതാ സ്വഹാബികൾ വളർന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ് പരപ്പരങ്ങാടി. ആടുള്ള ആരും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീ കെട്ടിച്ചു കൊണ്ടോന്നോ എന്റെ മുണ്ടാക്കി. 1500 സ്ത്രീകൾ പങ്കെടുത്ത MGM 1500 സ്ത്രീകൾ പങ്കെടുക്കുക. എന്താ പരിപാടി? 1500 സ്ത്രീകൾ എന്ന് പറഞ്ഞാലേ 1500 സ്ത്രീകൾ മാത്രമല്ല ഉണ്ടാകുക, 1500 കുട്ടികളും ഉണ്ടാവും. അപ്പൊ 3000ആയി. ഒരു ജനസമുദ്രം. കുടുംബജീവൻ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത് ഞാൻ മാത്രമേ. എന്റെ പ്രസംഗം കഴിഞ്ഞാൽ പിരിച്ചുവിടും ചെയ്യും. ഒറ്റ പ്രസംഗത്തിന് അതിട്ടുള്ള കൂടി വന്ന് കുത്തിരിക്കണത്. ഇപ്പോ ഞാൻ ഈ പെണ്ണുങ്ങളാണല്ലോ ആട്ട് സ്റ്റേജിമക്ക് അങ്ങനെ നിൽക്കുമ്പോൾ പരിപാടി തുടങ്ങാൻ സമയത്ത് ഒരു പെണ്ണ് പറഞ്ഞു, ആ മൗലവി നിങ്ങൾ സ്റ്റേജിമക്കാട് നടന്നുകൊണ്ട് പരിപാടി തുടങ്ങുക. പരപ്പനങ്ങാടി കടപ്പുറത്തെ നല്ല കൈത്തണ്ട വീതിയുള്ള മുറുക്കി തുപ്പുന്ന പെണ്ണുങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക. ഞാൻ ഐറ്റങ്ങളെ മുട്ടും കൈ എങ്ങാനും എൻ്റെ നെഞ്ഞത്ത് കുത്തിയാ മിൻഹാ ഹലക്കിനാക്കും.
അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങനെ സ്റ്റേജിമ്മക്ക് പോവുകയാണ്. അപ്പോഴാണ് 10 വയസ്സായ ഒരു കുട്ടി മണ്ടി എന്ന് കയ്യാട്ടി ബസ്സിന് കയ്യാട്ടി അടക്കി അറിഞ്ഞോട്. ഞാൻ ബേജാറായി. നിങ്ങളാണോ ഒന്ന് വയത് അറിയണത് ചോദിച്ചു എന്നോട്. ഞാനാണ്. അനെന്തായി? നമ്മ അങ്ങക്കൊരു കത്ത് എന്നാണ്. ആര്? ഉമ്മ. എനിക്ക് 55 വയസ്സായി, ഒരു പെണ്ണ് ഇതുവരെ എനിക്ക് കത്ത് തന്നില്ല. എനിക്കുണ്ടാവില്ല ഒരു പൂതി. ഇനിയിപ്പൊ എന്തേ പോക്കിനെ പറ്റി തോന്നിയോന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്യും. പെണ്ണ് എഴുതിയ കത്തായതുകൊണ്ട് ഞാൻ വേഗം വാങ്ങി കീശയിലിട്ട്. ഞാൻ വിചാരിച്ച കത്ത് വേറെയാ. അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കേറ്റ് ഭയങ്കര തിരക്ക്. അപ്പോ 1500 ആള് പങ്കെടുക്കുന്ന പരിപാടിന്റെ സ്വാഗത പ്രസംഗം കുറച്ച് നീളുമല്ലോ. അപ്പൊ ഇത് കത്ത് മെല്ലെ കീശയെന്ന് എടുത്ത് ഞാൻ നുള്ളി കെട്ടി കഴിച്ച് വായിച്ചു നോക്കുമ്പോ ഞാൻ വിചാരിച്ച കത്തല്ല. അതിൽ 3 വരിയാണ് എഴുതിയത്. നമ്മൾ വളരുകയാണോ തളരുകയാണോ, എവിടെ നമ്മളെ വളർച്ച, എവിടെ നമ്മളെ തളർച്ച, ഇത്തരം ഒരുമിച്ചു കൂടൽ കൊണ്ട് ഏത് ഭാഗമാണ് വളരേണ്ടതെന്നൊക്കെ ഇതിലുണ്ട് കേട്ടോ. ആ കത്ത് കടലാസിൽ 3 വരിയുള്ളൂ. ഹംദും സലാത്തും ഒന്നുമില്ല. എന്നെ കണ്ടപ്പോ ഒരു പെണ്ണെടുത്ത് എഴുതിയതാണെന്നാ എനിക്ക് തോന്നുന്നു. അക്ഷരശുദ്ധി ഒന്നുമില്ല. പക്ഷേ 8 വർഷം മുമ്പ് എനിക്ക് കിട്ടിയ ആ കത്ത് ഇപ്പോഴും എൻ്റെ കീശയിലുണ്ട്. ആ എഴുതിയ പെണ്ണിനെ അതിരെ കണ്ടില്ല. 1-ാമത്തെ വരി വലിയ മുജാഹിദായിട്ടൊന്നും കാര്യമല്ല. ഞാൻ വെച്ച് എന്നോടാണ്. അതോടുകൂടിക്ക് ബസർക്കൽ തുടങ്ങി. കാരണം പരപ്പനങ്ങാട് ഇന്ന അങ്ങനെ അറിയുന്ന ഒരാളുള്ളതായിട്ട് എനിക്ക് വിവരമില്ല. 2-ാമത്തെ വരി ഭാര്യയോടും മക്കളോടും നന്നായി പെരുമാറണം എന്ന് നിങ്ങൾ പറയണം. ആര്? ഞാന്. പിന്നെ പറ്റിയല്ല. അപ്പോഴാണ് എനിക്ക് ലേശൊരു തണുപ്പ് കിട്ടിയത്. 3-ാമത്തെ വരിയാണ് അതിന്റെ ക്ലൈമാക്സ്. ഇപ്പോൾ തന്നെ പറയണം അയാൾ ഇവിടെ ഉണ്ട്. അപ്പൊ മൂപ്പര് പോണതിന് മുമ്പ് ഞാൻ പൊട്ടിച്ചണത്. അപ്പൊ അയാൾ എന്ന് പറഞ്ഞ ഒരാണാണ്. ഞാൻ എവിടെ നോക്കിയിട്ട് ഒരാണിന്റെ തൈരി കാണാനില്ല. അപ്പൊ ഇവളിനെ പറ്റിച്ചതാണ്. നോക്കി 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 ഇങ്ങനെ ബാക്കോട്ട് നോക്കുമ്പോ മൈക്ക് സെറ്റാന്റെ അടുത്ത് കുത്തിർക്കുണ്ട് 3 അവൻ. അതിലുണ്ട് ഇവൻ. ആര്? 1500 സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ 3 മാസമായി ഓടി നടക്കുന്ന ഒരു മുജാഹിദ് പ്രവർത്തകൻ വീട്ടിൽ മുജാഹിദല്ല. പോയില്ലേ ചങ്ങായിമാരെ കാര്യം? പ്രവാചകന്റെ കൈത്തണ്ടയിൽ കിടന്ന് ശ്വാസം വിക്കി വിക്കി മരിക്കുമ്പോ വർത്തക പ്രമുഖയായി പണക്കാരിയായി കടന്നു വന്ന നമ്മുടെ ആദ്യത്തെ മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സമ്പത്ത് മുഴുവൻ ദീനു വേണ്ടി ചെലവാക്കി. തുന്നിക്കൂട്ടിയ കുപ്പായൂട്ട് റസൂലിന്റെ കൈമെന്ന് മരിച്ചു പോകുമ്പോ, പ്രവാചകരെ, ഇനി ഈ ദുനിയാവിൽ ഒരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയായി വരാൻ നിങ്ങൾ ദ്വാരക്കനട്ടോ എന്ന് പറഞ്ഞതിന്റെ അടിത്തറെന്താ? ഈ വീട്ടിലെ സൗകര്യങ്ങളാണോ? ആ വീട്ടിലെ ഉപകരണങ്ങളാണോ? ഏത് മോഡൽ വാഹന പ്രവാചകന്റെ പോർച്ചിലുണ്ടായിരുന്നത്? ഏത് ഫാസ്റ്റ് ഫുഡ് കടയിൽ കൊണ്ടുപോയിട്ടാ പ്രവാചകൻ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തത്? ഏത് മോളിൽ കൊണ്ടുപോയിട്ടാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് വസ്ത്രം വാങ്ങിക്കൊടുത്തത്? സഹോദരന്മാരെ, ഒന്നുമില്ലല്ലോ. 3 മാസമൊക്കെ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ കഴിഞ്ഞു പോയിട്ടില്ലേ? രാത്രി 1 മണിക്ക് തന്റെ വാതിൽ മുട്ടുന്ന ആളെ തിരക്കി പ്രവാചകന് വാതിൽ തുറന്നപ്പോ ബേക്കോട്ട് കയ്യും വെച്ച് നിൽക്കുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, എന്തേ മളെ 1 മണിക്ക് പോന്നിണ്, എന്തേ പറ്റിയത്? ഉപ്പ ദാ ഒരു റൊട്ടി, ഒരു പത്തിരി, മനസ്സിലായോ? മോള് കൊണ്ടുവന്നതാ. എപ്പോ? റളിയല്ലാഹു അൻഹുവിന് കുറെ ദിവസമായി പണിയില്ല. ഒരു ദിവസം ഒരു പണി കിട്ടിയതാ. അതിന്നുള്ള വരുമാനം കൊണ്ടുപോയപ്പോ 4 പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി കിട്ടി. 4 പത്തിരി ഉണ്ടാക്കി. 1 റളിയല്ലാഹുവിന് കൊടുത്തു, 2 മക്കൾക്ക് കൊടുത്തു. ഇനി 1 ബാക്കിയുണ്ട്. ഫാത്തിമ റളിയല്ലാഹുവിനക്ക് തിന്നാൻ കയ്യാട് വെച്ചപ്പോഴാണ് പടച്ച റബ്ബേ, എന്റെ വാപ്പുണ്ടല്ലോ അപ്പുറത്ത്. ആ 1 മണി സമയത്ത് ഈ പത്തിരി, ഈ റൊട്ടി ബേക്കിൽ വെച്ചിട്ട് വരിക പാപ്പ കൊടുക്കാൻ. ഈ പോക്കറിയാം പാപ്പ ഈ അതൊരു പത്തിരി കിട്ടിയിട്ട് ദിവസങ്ങളായി, മനസ്സിലായോ? ആ പത്തിരി വാങ്ങി ഒരു ചെറിയ കഷ്ടം റസൂല തിന്നു, ബാക്കി മോക്ക് തന്നെ കൊടുത്തു. റസൂലക്ക് പറയാം മോള് തിന്നുണ്ടാവൂല. ഫാത്തിമ റളിയല്ലാഹു ഫുള്ളായിട്ട് തിന്നണ റസൂൽ ഒന്നും മിണ്ടിയില്ല. തിന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ സത്യം. ഫാത്തിമ, ഇതുപോലൊരു പത്തിരി 3 ദിവസത്തിന്റെ അടുക്ക് എനിക്ക് ആദ്യം കിട്ടുന്ന ഭക്ഷണാട്ടത്. ആ വീട്ടിൽ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നു. ആര്? ആദ്യ ഭാര്യ. എന്താണ് ഇതിന്റെ മർമ്മം?
അള്ളാന്റെ ഖുർആൻ വളർത്തിയെടുത്തൊരു ഭർത്താവായി മാറാൻ റസൂൽ സല്ലല്ലാഹു സാധിച്ചു എന്നതാണ്. എങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെ പറ്റി പറയാനുള്ള അഭിപ്രായം എന്താ? നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഈ ഭാര്യമാരെ പറ്റി പറയാനുള്ള അഭിപ്രായം എന്താ? അരീക്കോട് ഒരു കുടുംബ സംഘം, ഒരു കുടുംബത്തിന്റെ സംഗമം, അങ്ങനെ ഉണ്ടല്ലോ, ഒരു കുടുംബം അവരുടെ വേരുകളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി 6000 ആള് പങ്കെടുത്തൊരു വലിയ സംഗമം, ഒരു പാടത്ത് പന്തലൊക്കെ ഇട്ടൊരു മുജാഹിദ് സമ്മേളനം പോലെ. അവിടെയും കുടുംബജീവിതം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചത്. ഞാൻ കയറിന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നമ്മൾ ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക. സ്വർഗത്തിലെ മലക്കൾ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ സ്വർഗത്തിൽ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ലേ? അതെ. എങ്കിൽ നിങ്ങൾക്കൊക്കെ ഓരോ ഇണകൾ വേണ്ടേ? വേണം. ഉറപ്പാണല്ലോ വേണം. എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലെ ഇണകൾ തന്നെ മതിയോ? അതാ ചോദ്യം. അതുവരെ 6000 ആളും എൻ്റെ മുഖത്തേക്കേ നോക്കിനി. ഈ ചോദ്യമാണ് ചോദിച്ചപ്പോൾ എല്ലാവരും ചെരുപ്പുമലൊക്കെ കളിക്കും. ചെരുപ്പുമൽക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കണില്ല. എന്താ കാരണം? ഒരു ഭർത്താവും പറഞ്ഞില്ല എനിക്ക് ദുനിയാവിലെ ഭാര്യ മതി, ഒരു ഭാര്യയും പറഞ്ഞില്ല എനിക്ക് ദുനിയാവിലെ കാക്ക മതി. ഈ സ്റ്റേജിമേ കുത്തിരിക്കുന്നുണ്ട് 72 വയസ്സായ ഒരു കാക്ക. അയാളെ പേരമക്കളാണ് കുത്തിരിക്കണ മുഴുവനം. അയാൾ പറഞ്ഞു, എന്നാ ഞാൻ സ്വർഗത്തേക്ക് തന്നെ പോകില്ല എന്നോട്. അത് എന്തേന്ന് വെച്ചു, എൻ്റെ ആഴ്ചമയാണ് സ്വർഗത്തിൽ എൻ്റെ കൂടെ വരുന്നെങ്കിൽ അവിടെയും കച്ചറ, മക്കൾ ഉണ്ടാകുക എന്നുള്ള കുടുംബത്തിന്റെ അവസ്ഥ. കുടുംബജീവിതത്തിന്റെ മാധുര്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ഇപ്പൊ ഞാൻ പറഞ്ഞത് വളർച്ചയും തളർച്ചയും ആദർശരംഗത്താണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ തളരുന്നത്? നമ്മളെ അവസ്ഥ എന്താ? നിങ്ങൾ എളുപ്പമുള്ളതൊക്കെ നമ്മൾ ചെയ്യും, ബുദ്ധിമുട്ടുള്ളതൊന്നും നമ്മൾ ചെയ്യൂല. എളുപ്പമാണല്ലോ. ഇപ്പൊ പള്ളമ്മ കെട്ടിയ കൈ ലേശം മേപ്പെട്ട് പൊന്തിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നമ്മളെല്ലാവരും കൃത്യമായിട്ട് ചെയ്യില്ല. നമ്മളെ നാട്ടിൽ ഒരുത്തം മുജാഹിദായിന്ന് ഓനെ ചെറിയൊരു മാറ്റം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് എപ്പോഴാണ് ഓന്റെ കെട്ടലൊരു പേച്ച കെട്ടല, അവന്റെ ആ കയ്യട്ടല്ലോ, അതാണ് പേവ്. ശ്രദ്ധിക്കൽ. ഓരോ വാപ്പനോട് കാട്ടുകാർ പറഞ്ഞേ, എൻ്റെ ആ 3ാമത്തെ ഉണ്ടല്ലോ ഓന്റെ കയ്യട്ടലൊരു പേച്ച കെട്ടലാട്ടോ. അവിടെയാണ് നമ്മൾ മുജാഹിദ് തുടങ്ങല്. അവിടെ തന്നെ അവസാനിക്കും ചെയ്യും, പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടില് ഒരു വാപ്പ സക്കറാത്ത് കിടന്ന കഥ പറയുന്നത്. തലച്ചോറ് ചുരുങ്ങണ രോഗ, 5 ദിവസമേ ജീവിച്ചിരിക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞു, നേരത്തോട് നേരം കഴിഞ്ഞാൽ വാപ്പ ജീവിച്ചിരിക്കൂല കേട്ടോ, കാണാൻ ആരോണ്ടേ വന്ന് കണ്ടോട്ടെ. വർത്താനൊക്കെ പറയും, ഒരു കുഴപ്പമില്ല. അപ്പൊ മക്കളൊക്കെ കൂടി വന്ന് വാപ്പന്റെ കട്ടിന്റെ ഇട്ടു ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിക്ക. നാളെ നേരം ആവുമ്പോ വാപ്പ ഉണ്ടാവില്ല. മരിക്കണേന്റെ 1/2 മണിക്കൂർ മുമ്പ് വാപ്പ വസിയത്ത് പറയാം. മൂത്ത മോന് പെന്നും കള്ളാസ്, ഇത് മറന്നു പോകാൻ പറ്റൂലല്ലോ. അപ്പൊ വാപ്പ ഒരു 5-8 ആളെ പേര് ഇങ്ങോട്ട് എണ്ണീറ്റ് പറഞ്ഞു, എല്ലാവർക്കും 25,000 35,000 കൊടുക്കാനുള്ള കഥയെ പറയും. അപ്പൊ മോന് മനസ്സിലായി, എഴുതിയാ ഞാൻ കൊടുക്കുന്നു, ഇത് കൊടുക്കണല്ലോ. അപ്പം പറയാ, ആപ്പ ഇപ്പൊ ഒരു അന്തും ഇല്ല, മനുഷ്യൻ അന്തല്ലാതെ അങ്ങനെ എന്തെല്ലാം അങ്ങനെ അതൊന്നും ഇപ്പൊ കൊടുക്കാണ്ടായിട്ട് പറയല്ലേ, ഏതോ ഓർമ്മയിൽ അങ്ങനെ എഴുത്തോ നിർത്തി പെന്നും കള്ളാസോ കട്ടഞ്ഞി. അതിന്റെ ഇടക്ക് വാപ്പ പറഞ്ഞു, ഉസ്മാനാജി ഒരു 1.5 ലക്ഷം ഇങ്ങോട്ട് തരാണ്ട് കേട്ടോ. അപ്പൊ മൂത്തോൻ പറയാ, ചില സമയത്തൊരു തെളിവാ. എപ്പോഴെപ്പോ തെളിവായത്? ഇങ്ങോട്ട് കിട്ടാനുള്ളത് പറഞ്ഞപ്പോ. എപ്പോഴേ അന്തല്ലാതായത്? അത് കൊടുക്കാനുള്ളത് പറഞ്ഞപ്പോ. ഇത് മതജീവിതത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദർശം, അത് പ്രയാസമുള്ളതാവട്ടെ എളുപ്പമുള്ളതാവട്ടെ, ജീവിതത്തിൽ പകർത്തണം. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നാളെ പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ ആർക്കാ സഹോദരന്മാരെ? എനിക്കും നിൽക്കുക. ഖുർആനും സുന്നത്തും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസരം നൽകിയിട്ടും ആ പഠിച്ചതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താത്ത ആൾക്കാണ് ഏറ്റവും വലിയ അപകടം വരാൻ നിൽക്കുന്നത്. നമുക്കറിയാലോ, പരിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇമ്രാന്റെ 185-ാമത്തെ ആയത്ത്, അത് ആയത്തോതി അങ്ങളിനെ തല്ലു. അതാണ് ഞാൻ നമ്പർ പറഞ്ഞ് തടിയച്ചിലാക്കുന്നത്. കാരണം എല്ലാവർക്കും അറിയാം, കുല്ലു നഫ്സിൻ, എല്ലാവർക്കും അറിയാം. വയത് കേൾക്കാൻ തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്നതാണ്. എല്ലാവരും മരിക്കും, മരിക്കുന്നു, ഭയങ്കര പേടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, തുലാമാസത്തിലാണല്ലോ ഇടി പൊട്ടല്. ഇവിടെ എങ്ങനെ നിൽക്കിച്ചല്ലേ? നമ്മളെ നാട്ടിലൊക്കെ തുലാമാസത്തിൽ വൈകുന്നേരം അങ്ങോട്ടാകുമ്പോ ഇടിയും മയും പുറത്തിറങ്ങാൻ കഴിയില്ല, പേടിയാണ്. അങ്ങനെ കഴിഞ്ഞ കൊല്ലം തുലാമാസത്തിൽ ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഇവിടെ ക്ലാസ് കഴിച്ചിട്ട് 5-5:30 ആകുമ്പോ എന്റെ കൂളിമാട് ബസ് ഇറങ്ങിയപ്പോ ഭയങ്കര ഇടിയും മഴ ഇങ്ങനെ കുറഞ്ഞ് ഇടിന്റെ ഗൗരവൊക്കെ കുറഞ്ഞ് മഴ പറ്റ നിന്നിട്ടുമില്ല. എല്ലാവരും ബസ് സ്റ്റോപ്പിലും പീടിയലും ഒക്കെ അങ്ങനെ കൈയ്യട്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ബസ് ഇറങ്ങുന്നത്.
ബസ് ഇറങ്ങി നോക്കുമ്പോ അങ്ങാടിന് ഒറ്റ മനുഷ്യൻ, എല്ലാവരും പീഡിയക്കൊലയുമ്പോഴും ബസ് എന്തേടാന്നോ ഈ എവിടെ ഇനി? ഞാൻ പറഞ്ഞു ഞാൻ ബസ് എന്നാ ഈ കഴിച്ചില്ല, അമ്മായി ഇടിയായി കൊല്ലാതെ ഇടി ഒട്ടിയില്ല. ആയിക്കോട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടു. അപ്പൊ എൻ്റെ വീട്ടിൽ ചെന്നപ്പോ ഞാൻ കാണുന്ന രംഗം താരങ്ങൾ, എൻ്റെ വീട്ടിലൊരു മരത്തിന്റെ മേശ ഉണ്ട്. അതിപ്പോ അപൂർവമാണ്, പഴയ മാവിന്റെ, അതൊന്നും ഇപ്പൊ കിട്ടാനില്ല. ആ മരത്തിന്റെ മേശമ്മ കയറി കുത്തിരിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ 4 മക്കളും. അപ്പൊ പണ്ടൊരാള് പറഞ്ഞു 5-8 കോണ അയലുമ്പോ കിടക്കണം, അച്ഛൻ ഉടുക്കാതെ കിടക്കണമെന്ന് പറഞ്ഞ മാതിരി ഇഷ്ടംപോലെ വെഞ്ചും കസാരി ഇണ്ടാണ്ട് ഇതുമ്മ കയറി കുത്തിരിക്കണേ. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്താണോ ഇടി ഒട്ടാക്കാൻ മരത്തുമ്പോ കയറി കുത്തിരുന്നാ മതി, മരിച്ചു പോവരുത്, മരണത്തെ ഭയങ്കര വിട, പേടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രതിഫലം, കർമ്മം ശരിയാവട്ടെ തെറ്റാവട്ടെ, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം പരലോകത്ത് വെച്ച് മാത്രമേ കിട്ടുള്ളൂ. ഇവിടുന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിച്ചാ പോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് തുണയാവാത്ത പരലോകത്ത് നരകത്തിന്ന് കഴിച്ചിലായി സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് വിജയി. ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ ആദർശപരമായി കീപ്പെട്ട് പോകും. ഖുർആൻ അതാവുണ്ട് അത് പറഞ്ഞത്. മരിക്കുന്നുള്ള ഉറപ്പാ. ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോഴാ അറിയാം. നമ്മളെപ്പോഴാ അറിയാം? ഗൾഫ് പോയി കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടാക്കി, ഹറാമും ഹലാലും ഇല്ലാതെ ഉണ്ടാക്കി, ഇവിടെ ഒരുപാട് വാരിക്കൂട്ടി വാങ്ങിക്കൂട്ടി ഉണ്ടാക്കി, വലിയ പൊരയും കുടിയും വാഹനവും. പണ്ട് എങ്ങനെ നടന്നവനോ അപ്പം കഴിച്ചിലായിരുന്നു. വിദ്യാഭ്യാസം ചെയ്ത് വീട്ടിൻ്റെ അടുത്തുള്ള സർക്കാർ സ്കൂളിലോ ഓഫീസിലോ ഒരു പൈസയും കോഴ കൊടുക്കാതെ ജോലി കിട്ടിയാൽ അവൻ വിജയിച്ചവനാണെന്ന് പറയും. സഹോദരന്മാരെ, ഖുർആൻ ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ ഒറ്റ അടയാളെ പറഞ്ഞുള്ളൂ. അതായത് ഓതി വെച്ചാൽ നരകത്തിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയോ ഫഖദ് ഫാസ്. അല്ലെങ്കിലോ എത്ര കോടി ഉറുപ്പ്യന്റെ സ്വത്ത് നമുക്ക് ഉണ്ടായിട്ടും കാര്യമല്ല, നമ്മൾ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ ആദർശരംഗത്തും ഇബാദത്തിലും ദീനീ പ്രബോധനത്തിലും ദീനീ പഠനത്തിലും ഒക്കെ മനുഷ്യന്മാര് ബാക്കോട്ട് പോകാനുള്ള കാരണം എന്താ അറിയോ? നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യബോധം. അള്ളാഹുവിന്റെ റസൂൽ 13 കൊല്ലക്കാലം മക്കയിൽ ഒരു സ്വഹാബിനെ കൊണ്ടും നമസ്കരിപ്പിച്ചിട്ടില്ല. പിന്നെ അള്ളാഹു പരലോകം. ഞാൻ ഒരായത്തോതാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ അറഫയിൽ വെച്ച് അള്ളാഹിന്റെ ദീൻ അള്ളാഹ് പൂർത്തിയാക്കി എന്ന് പറഞ്ഞ ആയത്താണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ പൂർത്തിയാക്കി തരുന്ന മതം ഒരു നിഅമത്താണ് കേട്ടോ. നിഅമത്തിന്റെ അർത്ഥം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൗലവി ഇപ്പൊ ഭയങ്കര നിഅമത്തിലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹിന്ദുക്കൾക്ക് വരെ അറിയാം. ഓല് പറയും മൂപ്പരിപ്പ് ഭയങ്കര നിഅമത്തിലാണ്. നിഅമത്തിന്റെ അർത്ഥം ഓൽക്കും അറിയാം. അറിയാലോ, വിശക്കുന്നവന് ഭക്ഷണം, ദാഹിക്കുന്നവന് വെള്ളം, വീടില്ലാത്തവന് വീട്, രോഗിക്ക് മരുന്ന്, യാത്രക്കാരന് വാഹനം ഒക്കെ കിട്ടുമ്പം നമ്മൾ സന്തോഷിക്കും. അത് നിഅമത്താണ്. നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും, നിഅമത്താണ്. എങ്കിൽ മതത്തെ അള്ളാഹു പറഞ്ഞത് നിഅമത്ത് എന്നാണ്. നമ്മൾക്ക് ഈ മതം ഒരു നിഅമത്തായി അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പം ദാഹിക്കുന്നവന് വെള്ളം കിട്ടിയ സന്തോഷം ഉണ്ടാവല്, യാത്രക്കാരന് വാഹനം കിട്ടിയ സന്തോഷം ഉണ്ടാവല്, വീടില്ലാത്തവൻ കുടിരിക്കലിന് കാണിക്കുന്ന സന്തോഷം ഉണ്ടാവല്. സഹോദരന്മാരെ, ആ ബാങ്ക് കേൾക്കുമ്പോ നേരം വെളുത്ത് അടുക്കടന്നിട്ടുള്ളൂ ബാങ്ക് തന്നെയാണ്. എനിക്ക് ആദ്യം തോന്നല് ബാങ്ക് തന്നെയാണോ, ബാങ്ക് തന്നെയാണ്. പിന്നെ എന്നിട്ട് നീച്ചു കുത്തിന്ന് അങ്ങനെ മാന്ത് തന്നെ. എന്താ മാന്തല്? ബാങ്ക് കൊടുത്തവന് പറ്റിയില്ല. അലാറം വെക്കലാരാ വെക്കല്? നമ്മൾ തന്നെ. ഓഫാക്കലോ? പിന്നെ എന്തിനെ വെച്ചീന്? നിങ്ങൾ ആലോചിച്ചു, എന്താ കാര്യം? അലാറം അടിച്ചവന് പറ്റിയില്ല. എൻ്റെ ആടൊക്കെ അലാറം വെക്കലുണ്ടാ വിചാരിച്ചിട്ടുള്ള ഉറങ്ങൂല. അലാറം അടിച്ച് ചാത്തമംഗലം പഞ്ചായത്തിലെ 24 വാർഡിലെ ആളുകൾ നീച്ചാലും ബെൽ നീച്ചിണ്ടാവില്ല. ചിലപ്പോ കാണാൻ നീച്ചാട് പോണ്. അൽഹംദുലില്ലാഹ്, നന്നെങ്കിലും തഹജ്ജുദ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഒരാട്ട് അനക്കൂല്ല.
നമ്മൾ നിസ്കരിച്ച് എന്താ സംഭവിച്ചെന്നറിയോ? ഈ മുറിന്ന് നീച്ച് അപ്പുറത്തെ മുറി പോയി കിടന്നാണ്. ഓൾ ഈ ആഴ്ച അലാറടിച്ച് ഇവിടുന്ന് നീച്ച് ആടെ പോയി കിടക്കാനാണ്. ഉറക്കമെന്ന ശരീരത്തിന്റെ ആഗ്രഹത്തെ ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ, 3/4 മണിക്കൂർ സമയത്തേക്ക് മാറ്റിവെക്കാനുള്ള ശക്തി നമ്മുടെ മനസ്സിലെ ഈമാനില്ല എന്നല്ലേ ചങ്ങായിമാരെ പറഞ്ഞത്? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, സൂറത്തിൽ സജദടിക്കുകൾ എല്ലാ വെള്ളിയാഴ്ച അല്ലാഹു റസൂൽ മദീനത്തെ പള്ളിയിൽ സുബീക്ക് ഓതിയ സൂറത്തു സജദ. തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആയത്തിന്റെ അർത്ഥം ഞാൻ പറയേണ്ടതില്ലല്ലോ. രാത്രി പകലന്തിയോളം ജോലി ചെയ്ത് തളർന്ന ശരീരമായിട്ട് പെരേവിടുന്ന് കിടന്നുറങ്ങുന്ന സ്വഹാബികള് അലാറം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. പക്ഷെ അള്ളാഹു 1-ാം ആകാശത്തെത്തുന്ന രാത്രിന്റെ 3-ാമത്തെ ഭാഗം ഉണ്ടല്ലോ, ചാടി നീക്കുക. എന്താ അലാറം? ഖൗഫൻ വതമഅൻ. അള്ളാന്റെ ശിക്ഷയിലുള്ള ഭയം, പടച്ചോന്റെ അടുത്ത് കിട്ടാൻ പോണ കൂലിയെ പറ്റിയുള്ള ആഗ്രഹം, ഇത് അലാറമായി മാറി. അവരുടെ ഉറക്കിനെ വകഞ്ഞു മാറ്റി ചാടി എണീറ്റ് നമസ്കരിക്കുന്നു. നോക്കുകൾ, അതാണ് ഈമാൻ, അതാണ് ലക്ഷ്യം. അത് സ്വർഗം കിട്ടണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിലെ 7ാമത്തെ മെമ്പറായി കടന്നു വന്ന ആളാണ് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ്. അദ്ദേഹത്തെ ചരിത്രം വളരെ വിശാലമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും കടക്കണില്ല. പ്രവാചകന്റെ സന്നിധിയിലെത്തി ഇസ്ലാമിനെ പറ്റി ചോദിച്ചു പഠിച്ചു. അന്ത്യപ്രവാചകനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായി. കലിമ ചൊല്ലുന്നതിന്റെ മുമ്പ് 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, നിങ്ങളുടെ കൂടെ എത്ര ആളുണ്ട്? അപ്പൊ റസൂൽ പറഞ്ഞു 7 ആളുണ്ട്. ഇയൂടി ചേർന്നാൽ 6 ആള്. അദ്ദേഹം മുസ്ലിം ആയത് 7ാമത്തെ മെമ്പറാണ്. അദ്ദേഹം വരുമ്പോ 6 ആളെ ഇസ്ലാമിൽ ആകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 6 ആളുണ്ട്. നമ്മളിപ്പോ പൂക്കളത്തൂരി ഭാഗത്ത് 6 മുജാഹിദുകൾ നോക്കുക. മുണ്ടണ്ട എന്തായാലും മനുഷ്യനിവിടെ ജീവിക്കാൻ കഴിയൂല. അപ്പൊ 6 ആളെ ഉള്ളൂല്ലേ, എന്നാ ഇനി കുറച്ച് ആളും ഒക്കെ ആട്ടെ, പള്ളിയൊക്കെ ആയിട്ട് വിവരം പറയണ്ടിട്ട് അതാ നമ്പർ എഴുതി എടുത്തോളി എന്ന് പറഞ്ഞ് പോകാന്നല്ലാതെ നമ്മളാരും ഈ ചെറു സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കൂല. എന്നാൽ അബൂദർ റളിയല്ലാഹു അൻഹു 2ാമത്തെ ചോദ്യം എന്താ? ഈ 6 അംഗ ചെറു സംഘത്തിൽ 7ാമനായി ചേർന്നാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മളാണ് എന്താ പറയാ, ഇവിടെ 6 ആളേ ഉള്ളൂ. ഒരാള് സൗദിയിലോ ഗൾഫിലോടൊക്കെ പോയിട്ട് തൗഹീദ് മനസ്സിലാക്കി വന്നിട്ട് നമ്മളെ ഈ കൂട്ടത്തേക്ക് ചേരുമ്പോൾ ഓൻ ചോദിക്കുകയാണ്, അല്ല 7ാമത്തെ ആളായിട്ട് ഞങ്ങളെ കൂടാ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ 7 ആളാ വേണ്ടി, പ്രസിഡന്റ് അന്നാക്കിയോളാം. എങ്ങനെങ്കിലും ഓനെ വളഞ്ഞെട്ടി ഇങ്ങോട്ട് ആക്കാനുള്ള വർത്താനാ പറയാ. അള്ളാന്റെ റസൂൽ പറഞ്ഞു സ്വർഗം കിട്ടും. അതൊരു വലിയ മറുപടിയാ. ആ മറുപടി ആഴം നമ്മളെ ജീവിതം തെളിയിക്കുകയാണ്. എന്താ പറഞ്ഞതിന് അർത്ഥം എന്നറിയോ? സ്വർഗം കിട്ടാൻ മുസ്ലിമായവർക്ക്, സ്വർഗം കിട്ടാൻ മുജാഹിദായവർക്ക് മുസ്ലിമായും മുജാഹിദായും ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിലോ അവർക്ക് ഇസ്ലാം ഭാരമാകും, ഇസ്ലാമിന് അവർ ഭാരമാകും. അതാപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ മുഖം ഇതര മതസ്ഥരുടെ മുമ്പിൽ വലിച്ചു കീറുന്നത് ആരാ? നമ്മളല്ലേ. ഞാൻ കണ്ണൂർ ജില്ലയിൽ 30 വർഷമായി വ്യത്യസ്ത പള്ളികളിൽ ഖുത്ബ നടത്തുന്ന ആളാണ്. 30 കൊല്ലായി. ഇസ്ലാമിലെ വിവാഹം എനിക്കറിയാവുന്ന ഒരു സ്ഥലം, 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ വിവാഹമുണ്ടായി. കണ്ണൂർ ജില്ലക്ക് പ്രത്യേകത ഉണ്ട്. ഭാര്യന്റെ വീട്ടിലാണ് ഭർത്താക്കന്മാർ താമസിക്കുക. അപ്പൊ നമ്മൾ പുയ്യാപ്പള പോലെ അല്ലത്. പുയ്യാപ്പള ഭാര്യ വീട്ടിക്ക് വരികയാണ്, ഓനാടെ കൊണ്ടുപോയി ആക്കുക, പുതുക്കാൻ പോകണം. നമ്മൾ പെണ്ണിനെ കൊണ്ടുപോയി ആക്കണമായി ആണിനെ ഭാര്യന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കും. അങ്ങനെ പുയ്യാപ്പള വന്നപ്പോ പെണ്ണിന്റെ വീട്ടുകാർക്ക് സന്തോഷം കൂടി. അവര് പടക്കം പൊട്ടിച്ചു. അപ്പൊ ഈ വീട്ടിലാണ് പടക്കം പൊട്ടിച്ചതെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ 25 ദിവസം പ്രായമായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. 25 ദിവസം, 1 മാസമായില്ല. ആ കുട്ടിയുടെ കണ്ണും പൂടില്ല, തൊള്ളിയും പൂടിനപ്പോഴും. മുസ്ലിമിന്റെ കല്യാണാണത്രേ. നോക്കൂ നിങ്ങൾ, ഇതര സമുദായത്തിന് മുമ്പിൽ ഇസ്ലാം ഏറ്റവും വിശുദ്ധമായി പരിചയപ്പെടുത്തിയൊരു വിവാഹത്തെ ആഭാസരത്തരമാക്കി തീർക്കുന്നതാരാ? വാരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ. അവിടെ ഒരു പുതിയാപ്പള ഭാര്യ വീട്ടിക്ക് വന്നത് ഒട്ടകപ്പുറത്താണ്. റോഡ് ബ്ലോക്കായി.
ഒരു അമുസ്ലിം കേസ് കൊടുത്തു. ഈ മുസ്ലിം ഹൈക്കോടതിയിൽ കേസുമായി കെട്ടിമറിയുന്നു. ആരാ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്നത്? എത്ര സംഭവമുണ്ട് സഹോദരന്മാരെ. കോഴിക്കോട് ടൗണിൽ കുതിരകളെ വളർത്തുന്നു വാടക കൊടുക്കാൻ. പുയാപ്പള പോവാൻ കുതിര, ഒരു കുതിര വേറെ കുതിരന്റെ പുറത്ത്. ഞാനൊരു സ്ഥലത്ത് പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ കണ്ടത് JCBന്റെ മാന്തന സാധനല്ലേ, അതിലുണ്ട് പുതിയാപ്പളി പുതിയണ്ണു. അപ്പൊ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, നല്ല കുഴി കണ്ടാൽ അയക്ക് ഇട്ടടി, രണ്ട് മണ്ണുമാണ് കൊത്തിയിട്ടാൽ മിൻഹാ ഹലഖനാക്കും. ആലോചിക്കണം, ഇസ്ലാം മലക്കള സാന്നിധ്യമുണ്ട്. ബാറക്കല്ലാഹു ലക്കുമ എന്ന് ദുആ ചെയ്യുന്ന ഒരു സദസ്സിലെ ആരാ ഇസ്ലാമിന്റെ ഭാരം? നമ്മളാണ്. എക്സ് മുസ്ലിംസ് എഴുതി വന്നതാ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് വന്നതാ. എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാ. പരിശോധിച്ചു നോക്കൂ സഹോദരന്മാരെ, ഈ കേരളത്തിലേക്ക് ഇസ്ലാം വന്നത് സാമൂതിരി രാജാവിന്റെ കാലത്ത് സ്വഹാബികൾ വന്നു. അന്ന് കേരളമല്ല, പൊന്നാണി കേന്ദ്രമാക്കി സാമൂതിരി രാജാവ് ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ സ്വഹാബികൾ വരുന്നത്. കോഴിക്കോട് ടൗണിൽ മുഖദാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ടൗണിലല്ല, കടപ്പുറത്ത്. മുഖദാർ എന്ന വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം എന്താ അറിയോ? മുഗീറദ്ദാർ. എന്താ മുഗീറദ്ദാർ? മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി താമസിച്ച സ്ഥലം മുഗീറദ്ദാർ. അതാണ് മുഖദാർ. ഇവിടെ വന്ന സഹാബികളെ സാമൂതിരി രാജാവ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് ഇന്ത്യങ്ങളെയും പൂർവികർ അവരുടെ പൂർവ്വ ആശയം വിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ മേഖലയിലാണ് നമുക്ക് തളർച്ച ഉണ്ടാകുന്നത്. എന്താ ഉണ്ടാവുക? കാരണം ലക്ഷ്യബോധമില്ല. ഇല്ലാന്ന് ഞാൻ പറയില്ല, എല്ലാവർക്കും സ്വർഗത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നരകത്ത് പോണപ്പറ്റി പേടിയില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ സ്വർഗം നമ്മെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കുന്നില്ല. നമ്മുടെ മനസ്സിലെ നരകബോധം നമ്മെ തിന്മയിൽ നിന്ന് തടുക്കുന്നില്ല. അതിന് പവറില്ല. ഇമാം ഖസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലെ. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളമുണ്ട്, അത് വെള്ളമല്ലേ. എന്തിനെങ്കിലും തികയൂല. എന്നാ വെള്ളം ഉണ്ടോ? വെള്ളമുണ്ട്. തന്നെ സ്വർഗത്ത് പോണോ? എന്നാ സ്വർഗത്ത് പോകാൻ വേണ്ടി എന്തേ പണി എടുക്കൂല. നരകത്ത് പോകണ പേടിണ്ടോ? ഉണ്ട്. എന്നാ നരകത്ത് പോണ പണി ചെയ്യാണ്ടിക്കൂല. എന്താ കാര്യം? ഒരു കുട്ടി ജനിച്ചു വളർന്ന പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ കൈകാലുകൾ പോലെ. കുട്ടിക്ക് കൈയുണ്ട്, പിടിക്കൂല. കാലുണ്ട്, നടക്കൂല. കണ്ണുണ്ട്, നോക്കൂല. നാവും ചുണ്ടുണ്ട്, സംസാരിക്കൂല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിലെ സ്വർഗബോധത്തിന് നമ്മെ നന്മ ചെയ്യിപ്പിക്കാനുള്ള പവറില്ല. ഇനി ചെയ്യാണെങ്കിൽ തന്നെ അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയൂല. അത് നിർവഹിച്ചിട്ട് കാര്യമില്ല, ആസ്വദിക്കണം. നമുക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാങ്കിന് സമയമായാല് ബാങ്ക് കൊടുക്കാൻ പറയല എങ്ങനെയാ? എന്നാ ബിലാലെ ബാങ്ക് കൊടുക്കുക, അതാണ് കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞിട്ടിയല്ലോ എന്നാ നമ്മളെങ്ങനെ പറയാ? ബാങ്ക് കൊടുത്തോ? ഒരു പെണ്ണ് പറഞ്ഞ ഞാൻ ഒരിക്കൽ കേട്ടത്, എനിക്ക് പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഓളെ ജീവിതത്തിലെ സമാധാനം ഇല്ലാതാക്കണ സാധന നിസ്കാരം. അള്ളാഹുവിന്റെ റസൂല് ബിലാൽ കൊണ്ട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞ അങ്ങനെ ബാങ്ക് വിളിക്കില്ല എന്ന അരിഹിനായ ബിലാലെ ഞങ്ങളെ മനസ്സിന് കുളിർമ കൊണ്ടാണ് നിസ്കരിക്കാൻ ബാങ്ക് കൊടുക്കുന്നല്ല, കുളിർ. നിസ്കാരം എന്ന മഹത്ത നമ്മള് ബാങ്ക് കൊടുത്തവരാണെന്ന് കൊടുക്കാന്നല്ല, നമുക്ക് സൗകര്യം ഉണ്ടേ പോകും. സാധാരണ വരുന്നോൻ വരും, അല്ലാത്തവനവിടെ കുത്തിരിക്കും. എന്താ കാര്യം? സമയം ഉണ്ടല്ലോ, വശിച്ചിട്ട് പോകാലോ. അവനെ പള്ളിയിലേക്ക് തള്ളിക്കൊണ്ടുവരാനുള്ള പവറ് അവന്റെ സ്വർഗബോധത്തിനില്ല. തെറ്റിങ്ങനെ ചെയ്യും, നരകത്ത് പുഴപ്പറ്റി ഇങ്ങനെ കാവലിനത്തോടും. തെറ്റിത് തടുക്കാനുള്ള പവറ് നരകബോധം. ഇതാണ് 13 കൊല്ലം റസൂൽ ചെയ്തത്. അള്ളാനെ പറ്റിയും പരലോകത്തെ പറ്റിയുള്ള ബോധം വളർത്തി എടുത്തിട്ട് സ്വർഗം കണ്ടാൽ അവിടെ കിടന്നിട്ട് മരിക്കും. അതല്ല മുഹമ്മദ്, താങ്കൾ ഈ പറയുന്ന സ്വർഗത്തിൽ ഒട്ടകങ്ങളെ കിട്ടുമോ? ഒരാൾ ചോദിച്ചതാ. സ്വർഗത്തെ പറ്റി കേട്ടപ്പോ സംശയം, അങ്ങനെ ഉണ്ടോ? അവിടെ ഒട്ടകം ഉണ്ടാവുമോ? ഒട്ടകം ഉണ്ടാരോ? ഒട്ടകമൊക്കെ ഉണ്ടാവുക. ചോന്നൊട്ടകം ഉണ്ടാവുക? പിന്നെ ചോന്നൊട്ടകം ഉണ്ടാവും. ചോന്നൊട്ടകം ഉണ്ടാവൂലേ അവിടെ? ഒരാൾക്ക് എത്രണ്ണം കിട്ടും? ഒരു മിനിമം കണക്ക് കിട്ടാൻ വേണ്ടി ചോദിച്ചതാ. അപ്പൊ റസൂൽ പറഞ്ഞു എത്രയും കിട്ടും? ഒരു വലിച്ച അയാൾക്കത് ഇമേജ് ചെയ്യാൻ സാധിച്ചില്ല. ചുവന്ന ഒട്ടകം എത്രയും കിട്ടുന്ന ഒരു സ്വർഗം അന്റെ റബ്ബിന്റെ അടുക്കലുണ്ടോ? എന്നാ പിന്നെ ഇവിടെ തള്ളിക്കാട്ടിക്കുക ആണോ? ആട്ട് പോകാന്നല്ലാതെ ആണോ? അയാൾ ആ ഒരു സ്വർഗബോധത്തിന് അത് കിട്ടാൻ സമർപ്പിച്ചത് തന്റെ ജീവിതമാണ്. ഇന്ന് ജീവനേക്കാൾ വലുത് വേറെ വല്ലതും ഉണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ
നമ്മളടുത്ത് എത്ര പൈസ ഇല്ല എന്ന് പറഞ്ഞാലും പെട്ടെന്ന് കിഡ്നി തകരാറായി 15 ലക്ഷം ഉൾപ്പെട്ടിയാ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ 15 ലക്ഷം ഉറുപ്പിക ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കൂലേ? ജീവനേക്കാളും വലുത് പറഞ്ഞില്ലല്ലോ. ഈ സഹാബി റസൂലുള്ള പറഞ്ഞ ആ സ്വർഗം കിട്ടാൻ കൊടുത്തത് തന്റെ വിലപ്പെട്ട ജീവനാണ്. സ്വർഗത്തെ പറ്റി പറഞ്ഞു കേട്ട് ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന സ്വഹാബി തൊള്ളേന്ന് അത് എടുത്ത് തിന്നുകൊണ്ടിരിക്കുക, അങ്ങോട്ട് പോകാന്നല്ലാതെ പോയില്ലേ? സ്വർഗം ഒരു മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യിക്കും. രക്തസാക്ഷിയായി കിടക്കുന്ന 4 മക്കളെ മയ്യത്തിന്റെ ഇടയിൽ നിന്ന് 2 കൈയും അല്ലാഹുവിലേക്ക് ഉയർത്തി, അൽഹംദുലില്ലാഹി അല്ലദീ ശറഫനി ബിഖത്ലിഹിം, 4 രക്തസാക്ഷികളായ മക്കളുടെ ഉമ്മയായി പരലോകത്ത് വരാൻ എന്നെ അനുഗ്രഹിച്ച അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞ ഹൻസ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലെ സ്വർഗത്തിന്റെ വലുപ്പത്രയാ. 20 മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് സ്വന്തം മഹല്ല പള്ളിയിൽ പോയി 2 റക്അത്ത് സുബഹി ജമാഅത്ത് നിസ്കരിച്ച് ഒരു 5 മിനിറ്റ് ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പോരാൻ കഴിയാത്ത ഈമാനാണ് നമുക്കെങ്കിൽ നമ്മുടെ മനസ്സിലെ ഈമാന്റെ എത്ര ചെറുതാണത് ആലോചിച്ച് നോക്കി. എവിടുന്ന ബനൂ സലമ ഗോത്രക്കാർ പള്ളിക്ക് നടന്നു വന്നത് സഹോദരന്മാരെ? പള്ളി ജമാഅത്ത് നന്നുള്ള കൂലി റസൂലുള്ള വിശദീകരിച്ചപ്പോ ബനൂ സലമ ഗോത്രക്കാർ യോഗം കൂടി തീരുമാനിച്ചു, നമ്മൾ പള്ളിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, പള്ളിക്ക് പോലുള്ള കൂലി എത്ര റസൂലുള്ള പറഞ്ഞത്, ഇവിടുന്ന് വിറ്റ് നമ്മൾ പള്ളിന്റെ അടുത്തേക്ക് പോവുക. റസൂലുള്ള പറഞ്ഞു, പൊന്നാര മക്കളെ വിക്കല്ലി, അവിടുന്ന് നടന്നു വൈരിങ്ങള്, ദിയാറുക്കും തുക്തബു ആസാറുക്കും, നിങ്ങളുടെ നടക്കുന്ന ഓരോ സ്റ്റെപ്പിന്റെയും വില എന്താ നിങ്ങൾക്കറിയോ? അവിടുന്ന് നടന്നു വരി. നോക്കിക്കളി, എന്താ സ്വർഗമാണ് ലക്ഷ്യം. തൻഈം എന്നൊരു കുന്നുണ്ട് സഹോദരന്മാരെ, മദീന പള്ളിയിൽ നിന്ന് 2.5-3 കിലോമീറ്റർ നടന്നു പോയാൽ ഇന്നും കാണാം. ഒരു ദിവസം രാവിലെ തൻഈം എന്ന കുന്നിന്റെ ചെരുവിലേക്ക് ഒരാൾ പ്രവാഹം, എന്തോ ഒരു അത്ഭുതം നടക്കുന്നു, അങ്ങോട്ട് ഓടുകയാണ്. എന്താ അത്ഭുതം? 33 വയസ്സായ ഒരു യുവാവിനെ ജീവനോടെ കുരിശിൽ തറക്കുന്നത് കാണാനാണ് മനുഷ്യന്മാരി ഓടുന്നത്. 33 വയസ്സായി തൊട്ടാ ചോര തെറിക്കുന്ന പ്രായം. കുരിശിൽ തറക്കാരനെ കൈ ഇങ്ങനെ വെച്ച് ആണി അടിക്കല. ഞങ്ങൾക്ക് വയലു പറഞ്ഞ എന്റെ ആവശ്യമില്ലല്ലോ. എന്താ ചെയ്ത തെറ്റ്? അദ്ദേഹം തൗഹീദ് അംഗീകരിച്ചു, ബദറിൽ അടരാടി. യുദ്ധത്തിൽ പലരും കൊല്ലുമല്ലോ. അങ്ങനെ കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ മക്കള് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളെ വാപ്പനെ കൊന്നോനെ നിങ്ങളെ കൈ കിട്ടി ഞങ്ങൾ എന്താ കാട്ടുക? അതാണ് ഇവിടെ നടക്കാൻ പോണത്. കുരിശിൽ തറച്ചു, ഓരോ ആണിയിലൂടെ രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാൻ, രക്തം ഇങ്ങനെ വാർന്ന് ശരീരം തളർന്ന് ശരീരത്തിലേക്ക് മരണത്തിന്റെ പ്രവാഹം വരാൻ തുടങ്ങി. തന്നെ യുദ്ധക്കളത്തിൽ വെച്ച് പിടിച്ചവരോട്, തന്നെ അങ്ങാടിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റവരോട്, തന്നെ പണം കൊടുത്ത് വാങ്ങിയവരോട്, തന്നെ കുരിശിൽ തറച്ചവരോട്, അത് കണ്ടാസ്വദിക്കാൻ വന്ന 100 കണക്കിന് നാട്ടുകാരോട് ഈ കുരിശി മരത്തിൽ കിടന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹു പാടിക്കൊടുത്തത് 6 വരി പാട്ടാ. പാട്ട് പാടിയപ്പോഴാ സന്തോഷം ഉണ്ടാവുമ്പോഴാ, പിന്നെ പിരാന്താവുമ്പോഴുവാ. അഭിനയമില്ലല്ലോ. ഏറ്റവും സന്തോഷം ഉണ്ടാവുമ്പോഴേ മൂളിപാട്ടുകര വല്ല ചില ആളുകൾ കണ്ടില്ലേ, കക്കൂസ് മൂളിന്, കാരണം അവനക്ക് ആടേ സന്തോഷമുള്ളൂ. പുറത്തിറങ്ങിയാതിട്ടുള്ള ഓരോ മോന്ത കണ്ടുള്ള സന്തോഷം പോയി. അപ്പൊ മൂപ്പർക്ക് ആകെ സമാധാനം കിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ അതിന് മൂളിനാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പാട്ട് പാടിയതപ്പം മരണത്തെ മുഖാമുഖം കണ്ടപ്പോ, അത് എങ്ങനത്തെ മരണം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ വലസ്തു ബിമുബ്ദിൻ ഫീ അദുവി തഖശുഅൻ വലാ ജാസഅൻ ഇന്നി ഇലല്ലാഹി മർജഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശ യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഈ. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിക്ക് ഒരുപാട് ആള് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്തുഹുൽ ബാരിയിൽ 6 വരി പദ്യം ഹൃദയസ്പർക്കായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ. ഞാൻ നേരത്തെ പ്രസംഗം തുടങ്ങുമ്പോൾ പറഞ്ഞ ആ SIR ഉണ്ടല്ലോ, മുസ്ലിം എന്ന പൗരത്വം, ആ പൗരത്വം കിട്ടി സ്വർഗം കിട്ടുന്ന ഒരു മുസ്ലിം ആയിക്കൊണ്ടാണ് ഹുബൈബ് മരിക്കുന്നതെങ്കിൽ എങ്ങനെ മരിച്ചാലും എനിക്ക് ഒരു പരാതിയുമില്ല. സ്വർഗത്തെ, സ്വർഗബോധം, മരണവേദനയെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയെങ്കിൽ ആ സ്വർഗബോധം ലക്ഷ്യബോധമാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. ആ രൂപത്തിലേക്ക് അത് വളർന്നു വരണം.
യുദ്ധക്കളത്തിൽ 2 കൈയും കാലും ഛേദിക്കപ്പെട്ടു. ഈ 2 കൈയും കാലും ഇങ്ങനെ വെട്ടി മുറിച്ചാലുള്ള വേദന എന്താന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. എമ്മാതിരി ചോരയ്ക്കും വരിക. മൂക്ക് ഇങ്ങനെ മുറിച്ച് ജീവനുള്ള മനുഷ്യന്റെ എങ്ങനെ ഉണ്ടാവും? 2 കൈയും ഇല്ലല്ലോ, തടുക്കാൻ കഴിയോ? 2 കൈയും കാലും മുറിക്കപ്പെട്ടു. പിന്നെ അയാളുടെ ശരീരത്തിൽ എന്ത് മുറിച്ചെടുത്തൂടെ? ശത്രുക്കൾ ഇങ്ങനെ മൂക്ക്, ചെവി, വേദന എന്ന് ആലോചിച്ച് നോക്കി. അവസാനം ഇനി വേറൊരാളുടെ എന്താ? കഴുത്താണ്. ആ കഴുത്ത് വെട്ടി ഉടലും കഴുത്തും വേർപെടുത്താൻ വേണ്ടി വാളോങ്ങിയ ശത്രുവിനോട് ഒന്ന് കാർക്കിച്ചു തുപ്പാൻ പോലും കഴിയാതെ ആ ശത്രുവിന്റെ മുമ്പിൽ നിലം പരിശായി കിടക്കുന്ന ഈ മുസ്ലിമായ യോദ്ധാവ് പറഞ്ഞു, അർജൂ ബിഹി ഐശം മിനല്ലാഹി ആലിയാ വഇൻ യഖ്തഉ റിജ്ലി വഇന്നി മുസ്ലിമു. നേരത്തെ പറഞ്ഞ അസയ്യാറിലെ മുസ്ലിം എന്ന പൗരത്വം നേടിയ ഒരാളായി ജീവിച്ചത് കൊണ്ടാണ് താങ്കൾ എന്റെ അവയവങ്ങൾ തുണ്ടം തുണ്ടമായി നുറുക്കുന്നതെങ്കിൽ അർജൂ ബിഹി ഐശം മിനല്ലാഹി ആലിയാ, എന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഓരോ തുള്ളി രക്തത്തിനും ഓരോ തുണ്ട് മാംസത്തിനും പകരം ഉന്നതമായ സ്വർഗമാണ് എന്നെ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിലമതിക്കാനാവാത്ത വേദനയെ കടിച്ചമർത്തിയ ആ മനുഷ്യന്റെ മനസ്സിലെ സ്വർഗബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നരകഭയം നമ്മെ തിന്മയിൽ നിന്ന് തടുക്കണം. എത്ര ആസ്വാദനമുള്ളതാണെങ്കിലും, എത്ര പോപ്പുലാരിറ്റി ഉള്ളതാണെങ്കിലും, എത്ര ആളുകൾ ചെയ്യുന്നതാണെങ്കിലും, എത്ര സാമാന്യവൽക്കരിക്കപ്പെട്ടതാണെങ്കിലും, ഒരു തിന്മ അള്ളാഹ്ക്ക് ഇഷ്ടല്ലേ, നമുക്ക് അതുമായിട്ട് ഒരു ബന്ധം പാടില്ല. അവിടെ നിൽക്കാൻ കഴിയണം. അതിനെന്ത് വേണമെന്നറിയോ? ശരിക്കും നരകത്തെ പേടിക്കണം, ശരിക്കും സ്വർഗത്തെ പ്രതീക്ഷിക്കണം. കള്ള് ഹറാമാക്കി ചരിത്രമൊക്കെ ഞാൻ നിങ്ങളോട് ഗുളിയാട്ടുമെന്ന് വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കള്ളിൽ മുങ്ങി മരിക്കുകയായിരുന്നു അറബികൾ. കള്ള് വിരോധിച്ച ആയത്തൊക്കെ അങ്ങക്കറിയാം. ഒരു സംഭവം പറഞ്ഞുതരാം ഞാൻ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന് വലിയ കള്ളുഷാപ്പിന്റെ മുതലാളി അതൊക്കെ അടിച്ച് പൊളിച്ച്, കള്ളൊക്കെ അടിച്ച് പൊളിച്ച് കത്തിച്ചു. 2 ആഴ്ച കഴിഞ്ഞു. അസറാൻ കൊടുത്തപ്പോ ഒരു സ്വഹാബി ഒരൊട്ടകത്തിന്റെ മൂക്കേറും പിടിച്ചിട്ട് ഇങ്ങനെ പള്ളിക്ക്, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയില്ല, ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പള്ളിന്റെ മുമ്പിലാണ് കെട്ടി അസർ നിസ്കരിച്ച്. അസർ നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു പ്രവാചകരെ, ഞാൻ വന്നത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്കൊരു ഫത്വ കിട്ടണം. നിങ്ങൾ എന്റെ ഒട്ടകത്തിനെ കണ്ടോ? അത് എന്റെ ഒട്ടക, അതിന്റെ പാൽ കുടിക്കാൻ പറ്റുമോ? ഒട്ടകത്തിന്റെ പാല് കുടിക്കാലോ. നിങ്ങൾ വിചാരിച്ച ഒട്ടകല്ലേ? എന്താ ഒട്ടകത്തിന്റെ പ്രത്യേകത? കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കള്ള് ഷാപ്പ് നമ്മൾ അടിച്ചുടച്ചപ്പോ, കള്ള് ഷാപ്പിന്റെ ബേക്കിൽ കള്ളിന്റെ പാത്രം അടിച്ചുടച്ചല്ലോ. ആ കള്ള് ഇങ്ങനെ ഒലിച്ചു വന്നിട്ട് പല കുഴിയിലും ഇങ്ങനെ തളം കെട്ടി നിന്ന് ഇങ്ങനെ വറ്റി വറ്റി ആവിയായി. മരുഭൂമി വെള്ളം കുടിക്കൂല, നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ മുന്തിരിക്കള്ള് തളം കെട്ടി നിന്ന ഒരു കുഴി, നല്ലോണം കേട്ടോളിട്ടോ. കള്ള് തളം കെട്ടി നിന്ന ഒരു കുഴി, ആ കുഴിയിൽ നിന്നൊരു കൈതച്ചെടി മുളച്ചു വന്നു. കൈതച്ചെടി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന മുള്ളുള്ള ഒട്ടകം ഭക്ഷിക്കുന്ന കൈതച്ചെടി. നമ്മുടെ നാട്ടിലെ കൈതച്ചക്കൻ ആ കൈതച്ചെടി അല്ല. അപ്പൊ അബൂ തൽഹയുടെ കള്ള് ഷാപ്പിന്റെ ബാക്കില് കള്ളിന്റെ പീപ്പ അടിച്ചുടച്ചപ്പോ അയിന്ന് ഒലിച്ചു വന്ന കള്ള് തളം കെട്ടി നിന്ന ഒരു കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ചു വന്നു. ആ കൈതച്ചെടി ഈ ഒട്ടകം ഭക്ഷിച്ചിരിക്കുന്നു. അതിനെന്താ പ്രശ്നം? കള്ള് വറ്റിപ്പോയ കുയ്യിന്ന് കൈതച്ചെടി മുളച്ചാല് ആ കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടാവൂലേ? അങ്ങനെ കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടെങ്കിൽ ഇതിന്റെ പാലിന് കള്ളിന്റെ അംശം ഉണ്ടാവൂലേ? എന്താ ഇപ്പൊ അതിന് വർത്താനം പറയുക? എന്താ മാറ്റം? ഇതാണ് നരകബോധം, ഭയം. നമ്മള് പലിശ എന്ന് പറയില്ല, ബോണസ്. അത് മൗലവി ബോണസാ. അള്ളാഹ്ക്ക് തിരിയാത്ത ഇംഗ്ലീഷുമായിട്ട് നടക്കുക. സ്വഹാബികൾ അള്ളാഹ് വിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഫന്തഹൈന, അതെത്ര നൂറ്റാണ്ട് കാലം അനുഭവിച്ചതാണൊന്നും പറയണ്ട. പടച്ചോൻക്ക് ഇഷ്ടല്ലേ, ഒഴിവാക്കി. അതാണ് നരകഭയം.
ബാങ്ക് എപ്പ വിളിച്ചെന്ന് വെച്ചാൽ മതി, മദീനത്ത് അങ്ങാടി കാലിയാവും, എല്ലാം ഉണ്ടാവും പള്ളിയിൽ. അതാണ് സ്വർഗബോധം, അതാണ് ലക്ഷ്യബോധം. ജീവിത ലക്ഷ്യം സ്വർഗം കിട്ടണം. എങ്ങനെ മരിച്ചാൻ തിരക്കല്ല, ദുനിയാവ് എന്തല്ലെങ്കിൽ നാളെ അവസാനിക്കും സഹോദരന്മാരെ. നമ്മൾ കേട്ട പ്രസംഗം പോലെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ അടിയുറച്ച ലക്ഷ്യബോധം നമ്മളെ നിയന്ത്രിക്കണം, നമ്മെ നന്മ ചെയ്യിപ്പിക്കണം, തിന്മയെന്ന് തടുക്കണം. നമ്മൾ ഖുർആന്റെ സുന്നത്തിന്റെ ആളുകളാണ്. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് അഷ്ഹദു, എന്റെ ജീവിതം സാക്ഷിയാണ്, എന്റെ നാവ് സാക്ഷിയാണെന്നല്ല. എന്റെ നാവ് ആരതാ സാക്ഷിയാത്ത? ഖുർആൻ പറഞ്ഞല്ലോ, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. മൈക്കാണ്ട് വെച്ചു കൊടുത്താലേ ചില മനുഷ്യന്മാർക്ക്, ഇന്നെപ്പോലത്തെ ആളുകൾക്ക് അള്ളാനെ പറ്റിയും പരലോകത്തെ പറ്റിയും വാചാലമായി സംസാരിക്കാൻ കഴിയും. റസൂലേ, ഓന്റെ വർത്താനം കേട്ടിട്ട് ഓ മുഅ്മിനാന്ന് വിചാരിക്കണ്ടട്ടോ. വമാഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളല്ല. വിശ്വാസം ജീവിതമാണ്. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഞാൻ കൂളിമാട് സ്വദേശിയാണ്. 30 വർഷമായി ഞങ്ങളുടെ നാട്ടില് ടൊബാക്കോ ഫ്രീ സോണാണ്. എന്ന് പറഞ്ഞാൽ പുകവലി വിമുക്ത ഗ്രാമം. പീടി കിട്ടൂല, സിഗരറ്റ് കിട്ടൂല, പാൻപര കിട്ടൂല, മുറുക്കാൻ കിട്ടൂല. വാങ്ങാനും പാടില്ല, ഉപയോഗിക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല. ഞാൻ എൻ്റെ നാടിൻ്റെ മഹത്വം പറയാൻ പറഞ്ഞല്ലോ. അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാ പറഞ്ഞത്. അതങ്ങനെ ആയതെന്താണെന്നറിയോ? അക്ഷര വായനശാല എന്നുണ്ട്, വായനശാല ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു ക്ലബും ഞങ്ങളുടെ നാട്ടിൽ ആകെയുള്ള കൂട്ടായ്മ, അതായത് എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. 30 കൊല്ലം മുമ്പ് അതിൻ്റെ ഒരു പ്രസിഡന്റ് ക്യാൻസർ രോഗം വന്ന് മരിച്ചു. വിവിധ ജാതി മതസ്ഥരുള്ള ഒരു ഇതാവുമ്പോൾ എല്ലാം ഇസ്ലാമിക രീതിയിലുള്ളതായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ അവർ ഒരു അനുശോചന യോഗം വെച്ചു കൂളിമാട് അങ്ങാടിയിൽ. നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. കാരണം അള്ളാഹ് തീരുമാനിച്ച സമയത്ത് മനുഷ്യന്മാർ അള്ളാഹ് മരിപ്പിക്കും. അതിന് നമ്മൾ യോഗം കൂടാൻ പാടില്ലല്ലോ. ഒരു ജനാധിപത്യ രാജ്യമല്ല, നമുക്കെന്തോ പറയാൻ പറ്റുമോ? ഒരു കൂളിമാട് അങ്ങാടി അനുശോചനം ഞാനും അത് കേൾക്കാം. നമ്മളെ പള്ളി അങ്ങാടി തന്നെ നിസ്കരിച്ചാൽ ഇങ്ങനെ കേട്ടുന്നു. എന്താ പറയാണ്ടാവല്? മരിച്ച ആൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അങ്ങനത്തെ ആളേനി, ഇങ്ങനത്തെ ആളേനി. അവസാനം പറഞ്ഞ് ഓനെ മരിപ്പിച്ചേ ശരിയായില്ല എന്നുള്ളടത്തേക്ക് എത്തുക. അതാണല്ലോ അനുശോചനം എന്നുണ്ട്. നമ്മൾ പറയാൻ പറ്റില്ല. ഓരോരുത്തർ വേദ അറിഞ്ഞു പോയി. അവസാനം പ്രസംഗിച്ച വ്യക്തി ചോദിച്ചു, അല്ല ചങ്ങായിമാര്, നിങ്ങൾ എന്തിനപ്പി അങ്ങാടിയിൽ ഈ വാഹനത്തിന്റെയും പുകന്റെയും ഇടയിൽ ഇങ്ങനെ മീറ്റിംഗ് വെച്ചത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് തരേ മനസ്സിലായില്ല, അനുശോചന യോഗമാണ്. എന്നിട്ട് അയാൾ നീച്ചി വന്നോ? അയാൾ നീച്ചി തരൂലല്ലോ, പിന്നെന്തിനാത്? അപ്പൊ ഓരോരുത്തർ എന്തിനെ പോലും നെച്ചലത്തിനെ. അപ്പൊ ഇയാൾ ചോദിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ. അയാൾ മരിക്കാൻ കാരണം എന്താ? അയാൾ ക്യാൻസർ രോഗിയാണ്. എങ്ങനെ ക്യാൻസർ ഉണ്ടായത്? അയാൾ പുക വലിക്കലല്ല, തിന്നല. ചിലവരുണ്ട് വീടി തിന്നുക. എങ്ങനെ? തീപ്പെട്ടി വേണ്ട, ഒന്ന് തീരുമ്പോ മറ്റേമക്ക് പിടിപ്പിക്കുക. അങ്ങനെ ഈ അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടായി മരിച്ചതാണ് അയാൾ. നിങ്ങൾക്ക് പുകവലിക്കെതിരെ ഒരു തീരുമാനം എടുത്തൂടെ? അതല്ല ഈ അള്ളാഹനെ ചീത്തറിനേക്കാൾ നല്ലത് വെച്ച്. അത് ശരിയാണല്ലോ ഇപ്പം പറഞ്ഞേ. അധ്യക്ഷൻ പറഞ്ഞു, സഹോദരന്മാരെ, ഏതായാലും ഇപ്പം പറഞ്ഞ പോലത്തില് ഞമ്മക്ക് ഇവിടെ ഒരു തീരുമാനിക്കാം. നമ്മളെല്ലാവരും പുകവലി നിർത്താൻ തീരുമാനിക്കല്ല. നിങ്ങളെ അഭിപ്രായം എന്താ? എല്ലാവരും വളരെ നല്ല, എല്ലാവരും കൈയിങ്ങനെ ഫന്തഹൈന. അപ്പൊ അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആരൊക്കെ കീശല സിഗരറ്റ് ഒക്കെ എടുത്തെറി. ഓരോരുത്തരെ സിഗരറ്റ് എന്റെ ഇതിലെ പോയ സ്പീഡുകളാലും ഞാൻ മൂക്ക് കട്ടാക്കി. എല്ലാവരുടെ കീശയിന്നും നാടൻ പീടി അങ്ങോട്ട്, ദിനേശ് പീടി അങ്ങോട്ട്, സിഗരറ്റ് അങ്ങോട്ട്, എവിടുക്കാ ഒഴിവിട്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഈ എറിഞ്ഞോൽ എന്നെ നോക്കൽ തുടങ്ങി, ഏടെ വീണത്. കാരണം എന്താ അറിയോ? മനസ്സിന്ന് പോയില്ല. അപ്പൊ അധ്യക്ഷൻ പറഞ്ഞു, ഇതിപ്പോ എറിഞ്ഞതാണ് പോയി എന്നല്ലാതെ ഒലിപ്പ അതിന്റെ ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങണോടുത്തുള്ള അയാൾ തപ്പല്. ഓരോരുത്തർ കാലുകൊണ്ട് ഇങ്ങനെ തപ്പി എടുക്കൽ തുടങ്ങി. അപ്പൊ ബോധവൽക്കരണം വേണം. അങ്ങനെ 3 കൊല്ലക്കാലം ഓരോ വീട്ടിലും കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തിയിട്ടാണ് ആ പ്രദേശം അങ്ങനെ ആയത്. ഇത് കണ്ടിട്ട് ഞാൻ കുത്തുബ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്താൽ തിരക്കില്ല എന്ന് എനിക്ക് തോന്നി. അവിടുത്തെ യുവജന സംഘടനയുമായി ബന്ധപ്പെട്ടവ എല്ലാവരും പൂർണ്ണ പിന്തുണ. അങ്ങനെ 101 അംഗ സ്വാഗത സംഘം ഉണ്ടാക്കി. ഒരു അമുസ്ലിം സുഹൃത്ത്, അയാൾക്കൊരു സ്കൂളുണ്ട്, +2 മുതൽ LKG വരെയുള്ള സ്കൂള് ഫ്രീ ആയിട്ട് വിട്ടു തന്നു. സ്റ്റേജും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ സ്പോൺസർ. ആവാമ്പം പരിപാടി. എനിക്കൊരൊറ്റ ഡ്യൂട്ടിയുള്ളൂ, എന്താ അറിയോ? ഈ പുകവലിക്കെതിരെ ക്ലാസ് എടുക്കാൻ എന്റെ നാട്ടിൽ വന്ന ഡോക്ടറെ അവിടെയും കൊണ്ടുപോയിട്ട് ക്ലാസ് എടുപ്പിക്കുക. അതേ എനിക്ക് ഡ്യൂട്ടി ഉള്ളൂ. ബാക്കിയുള്ളൊക്കെ നാട്ടുകാരെ ഏറ്റെടുത്തു. ഏതായാലും ചുരുക്കി പറയാ, അന്ന് മഹല്ല് ഒരു ഉത്സവമായിരുന്നു. ജാതി മത വ്യത്യാസമല്ലാതെ 3500ഓളം ആള് പങ്കെടുത്ത വലിയ പരിപാടിയാണ്. അങ്ങനെ ഈ ഡോക്ടർ ഉണ്ടല്ലോ, 3 മണിക്കൂർ സമയം
LCD പ്രൊജക്ടിന്റെ സഹായത്തോടെ നിക്കോട്ടിൻ എന്ന വിഷം പുകയിലയിലൂടെ നമ്മുടെ ഉള്ളിലെത്തിയാൽ അത് അന്നനാളത്തിലും ശ്വാസകോശത്തിലും ഉണ്ടാകുന്ന ക്യാൻസറിന്റെ മാരകമായ ചിത്രം കണ്ടാലുണ്ടല്ലോ പിന്നെ വീടി കൈകൊണ്ട് തൊടൂല. ആജാതി ക്ലാസും ചിത്രവും. ഇത് ഞാൻ ഇങ്ങനെ ക്ലാസ് നടക്കുമ്പോ നോൽക്കണത് വീടി വലിക്കണോന്റെ മുഖത്തേക്ക് എല്ലാരും ഇങ്ങനെ വെറുങ്ങോൽച്ച് നിൽക്കണ്. പടച്ച റബ്ബേ എനിക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള ബേജാറില്ല. 3 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് വെച്ചത്? പണ്ട് കള്ള് ഹറാമാക്കിയപ്പോൾ സാബിള് പറഞ്ഞ മാതിരി ഡോക്ടറെ നമ്മൾ ബീഡി വിൽക്കണ പീഡിയന്റെ മുമ്പ് കൂടെ പോകില്ല, എന്നിട്ടല്ല വാങ്ങല്. എല്ലാവരും എഴുതി ഒപ്പിടാൻ പറഞ്ഞു. എല്ലാവരും എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ നാട് ഒറ്റ ദിവസം കൊണ്ട് പുകയുക്ത കാമമായി. 3 മണിക്കൂർ ക്ലാസ് എടുത്ത ആളുടെ ക്ഷീണം എന്താന്ന് ക്ലാസ് എടുക്കാൻ പോണെനിക്ക് നല്ലോണം അറിയാലോ. അതുകൊണ്ട് ഞാൻ ഉടനെ അങ്ങാടി പോയിട്ട് ഒരു ജ്യൂസ് കടയിൽ നിന്ന് 3 ആപ്പിള് കഴുകി കഷ്ണാക്കി ഒരു പ്ലേറ്റിലിട്ട് ഒരു 2 മുന്തിരി ജ്യൂസും ഒരു തൂക്കാത്തത്തിൽ വാങ്ങിയിട്ട് ഇയാൾ ഓഫീസിൽ വിശ്രമിക്കുക. എൻ്റെ ഡ്യൂട്ടി അയാളെ മാത്രമാണ്. അങ്ങനെ ഞാൻ ഈ ജ്യൂസും ആപ്പിളുമായിട്ട് അയാളെ റൂമിൽ കാടിച്ചപ്പോ മൂപ്പര് വലിച്ചു ഊതുക. ആര്? 3 മണിക്കൂർ പുകവലിക്കെതിരെ ക്ലാസ് എടുത്ത ഡോക്ടർ വലിച്ചു ഊതുക. എന്താ ഇതിന്റെ അർത്ഥം? അയാൾക്ക് ഇൽമുണ്ട്, ഈമാനില്ല. ഈ 3500 ആളിഞ്ഞ് ഞങ്ങൾ ബീഡി വലിക്കൂലെന്ന് എഴുതിയില്ലേ? അവർക്ക് ഇൽമില്ല, ഈമാനുണ്ട്. നമ്മക്ക് ഏതാളുള്ളത് ഉണ്ടാക്കേണ്ടത് തീരുമാനിച്ചാൽ എന്റെ സംസാരം അവിടെ അവസാനിപ്പിക്കാം. അറിവുണ്ടായിട്ട് കാര്യമില്ല സഹോദരന്മാർ. അറിവ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അതിന് സ്വർഗബോധം വളരണം, നരക ഭയം വളരണം, ഖുർആനുമായി ബന്ധപ്പെടണം, ദഅവത്ത് രംഗത്ത് സജീവമാവണം, വീട്ടിലും നാട്ടിലും ദീനുണ്ടാവണം. അതിനുള്ള ഒരു ശ്രമമാണ് സത്യത്തിൽ ഈ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു ആ രൂപത്തിൽ ഈമാനികമായ വർധനവും സ്വർഗത്തോടുള്ള താല്പര്യവും നരക ഭയവും വളർത്തി നന്മ ചെയ്യുന്ന തിന്മ ചെയ്യാതിരിക്കുന്ന ആദർശമനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.